الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب. മാന്യ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ തഖ്വയിലായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. റമളാനിൻ്റെ പുണ്യ മുഹൂർത്തങ്ങളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പവിത്രമായ സമയങ്ങൾ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇന്ന് നമ്മുടെ പണ്ഡിതൻ അബ്ദുൽ സുബ്ഹാൻ പറവണ്ണയായിരുന്നു ക്ലാസ് എടുക്കേണ്ടിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ സാങ്കേതിക കാരണത്താൽ അദ്ദേഹത്തിൻ്റെ അഭാവം കൊണ്ടാണ് ഞാനിവിടെ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്. വളരെ വളരെ സന്തോഷമുണ്ട്. നമ്മളുടെ ക്ലാസ്സിൽ എപ്പോഴും സജീവമാവാൻ ആഗ്രഹമുണ്ട്. ചില കാരണങ്ങളെ പറ്റുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് ഖുർആൻ ഒരു ജീവിത പദ്ധതി അല്ലെങ്കിൽ ഖുർആൻ ഒരു ജീവിത പങ്കാളി എന്ന വിഷയമാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ അവൻ്റെ ജീവിതത്തിൻ്റെ മാർഗരേഖകൾ കാണിച്ചു കൊടുക്കാൻ ഒരു ഗുരുനാഥനെ പോലെ അതല്ലെങ്കിൽ ഒരു വഴികാട്ടിയെ പോലെ എപ്പോഴും മനുഷ്യനെ പിന്തുടരുകയാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അവന്റെ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചു, നസ്സൽന അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ശൈഇ. നബിയെ, പരിശുദ്ധ ഗ്രന്ഥം നാം നിങ്ങൾക്ക് ഇറക്കിയിരിക്കുന്നു. എല്ലാം വ്യക്തമാക്കുന്ന അവസ്ഥയിലാണ് ഖുർആനുള്ളത്. ഈ എല്ലാ വസ്തുവിനെയും നിങ്ങൾക്ക് ഒന്നിലും സംശയിക്കേണ്ടുന്ന ഒരവസ്ഥ ഖുർആൻ ഉണ്ടാക്കുകയില്ല. മാത്രമല്ല, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആനിനെ നമ്മൾ എളുപ്പമാക്കിയിരിക്കുന്നു. ആരെങ്കിലും ഇത് സ്വീകരിക്കാൻ, നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഖുർആനെ നാം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വീകരിക്കാൻ സൗകര്യമുണ്ടോ? നിങ്ങൾക്കൊരു പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ ഇത് പഠിക്കാം, ഇത് ഉൾക്കൊള്ളാം, ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദിക്കുക. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഖുർആനെ അവർ പഠിക്കുന്നില്ലേ? അവരുടെ ഹൃദയങ്ങൾക്ക് മൂടിയിടപ്പെട്ടിരിക്കുകയാണോ? അല്ലാഹു ചോദിക്കുക. അപ്പോൾ ഖുർആനിനെ പഠിക്കാൻ, ഖുർആനിനെ ഉൾക്കൊള്ളാൻ, അത് പ്രമാണമായി സ്വീകരിക്കാൻ നമ്മുടെ ബാധ്യതയായിട്ടാണ് അള്ളാഹു അത് ഇറക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഖുർആനിന്റെ അർത്ഥം പഠിക്കുന്നതും പറയുന്നതും കുറ്റകരമായ, അപകടകരമായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു കേരളത്തിൽ. ഖേദകരമെന്ന് പറയട്ടെ, കേരളത്തിലെ ബഹുഭൂരിഭാഗം ആളുകളും ആ ധാരണയെ അനുകൂലിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഖുർആനിന്റെ ആശയം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് എഴുതിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാഫിറാകുന്ന പരിപാടിയാണ് എന്ന് കേരളത്തിലെ
വലിയ ഒരു വിഭാഗം ആളുകൾക്ക് നേതൃത്വം നൽകുന്ന സംഘടന പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴും അവർ നിൽക്കുന്നത് അവിടെ തന്നെയാണ്. പിന്നെ പരിഭാഷകൾ അവർ ഇറക്കിയതിൻ്റെ കാരണം, മുജാഹിദുകൾ പരിഭാഷ ഇറക്കിയത് തെറ്റാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ശരിയായ പരിഭാഷ ഞങ്ങൾ ഇറക്കിയതാണെന്നാണ്. പക്ഷേ അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ ശിർക്കാണെന്ന് തെളിയിക്കുന്ന ഖുർആനിക വചനങ്ങൾ പറയുന്ന ആളുകളുടെ തഫ്സീറുകളിലും ഖുർആൻ പരിഭാഷകളിലും വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നു. ഈ പരിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നും അത് അപകടകരമാണ് എന്നും മാത്രമല്ല കൂടുതൽ ഓതി മറിയുമെന്നുമാണ് നമ്മുടെ സമൂഹത്തിനുണ്ടായിരുന്ന വിശ്വാസം. ചില മുസ്ലിയാക്കന്മാർക്കൊക്കെ മാനസിക രോഗം പിടിപെട്ട് നടക്കുമ്പോൾ അവരെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ആളുകൾ പറയാറുള്ളത് അദ്ദേഹം ഓതി മറിഞ്ഞതാണെന്നാണ് പറയാറുള്ളത്. ഓതിയാൽ മറിയും, ഖുർആൻ ഓതിയാൽ മറിയും. അതിൻ്റെ അർത്ഥം കൂടുതൽ ഖുർആൻ പഠിക്കാൻ പാടില്ല. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത് എന്താ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, ഉത്ബുദ്ധരാവാൻ, നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ വളരെ എളുപ്പമായ രൂപത്തിൽ ഖുർആനിനെ നാം തയ്യാറാക്കിയിരിക്കുന്നു. ആരെങ്കിലും ഇത് ചിന്തിക്കാൻ തയ്യാറുള്ളവരുണ്ടോ? എന്ന് ഖുർആൻ ചോദിക്കുമ്പോ നമ്മുടെ സഹോദരങ്ങൾ പറയുന്നത് ഇത് ഓതിയാലും അറിയുന്ന. എന്നാൽ ഖുർആൻ ഓതിയാൽ എന്ത് സംഭവിക്കുമെന്ന് സൂറത്ത് സുമറിന്റെ 23-ാം വചനത്തിൽ അല്ലാഹ് പറഞ്ഞു. ഖുർആനിന്റെ അവസ്ഥ എന്താണ്? അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹ. അല്ലാഹു തആല പരസ്പര സാദൃശ്യതയും പരസ്പര വൈരുദ്ധ്യമില്ലാത്തതുമായ, പരസ്പരം സാദൃശ്യമുള്ള, ഒന്നൊന്നിനോട് ഇണങ്ങുന്ന, ഒന്നിനോട് എതിരാവാത്ത അവസ്ഥയിൽ ഖുർആനിന്റെ വചനങ്ങൾ അല്ലാഹ് ഇറക്കി. മസാനിയ, തുടരെ ആവർത്തിച്ച് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ആവശ്യമായ രൂപത്തിൽ അള്ളാഹു തുടരെ ഖുർആനെ ഇറക്കി. തഖ്ശയിറു മിൻ ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. ഈ ഖുർആൻ പാരായണം കാരണം അവനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലി രോമാഞ്ചമുള്ളതാകും. ഖുർആൻ ഓത്ത് കേൾക്കുമ്പോൾ രോമാഞ്ചമുണ്ടാകും. പിന്നെയോ രോമാഞ്ചമുണ്ടായി അവര് ഭ്രാന്തന്മാരായി മറിഞ്ഞു പോവുകയാണോ? അല്ല. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. പിന്നീട് അവരുടെ തൊലികളും അവരുടെ ഹൃദയങ്ങളും അള്ളാഹുവിനെ സ്മരിക്കാൻ മൃദുലമായി പാകപ്പെട്ട അവസ്ഥയിലാകും. അപ്പോൾ ഖുർആൻ അങ്ങനെയാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഖുർആൻ ഓതുമ്പോ അത് കേൾക്കുന്നവന്, അത് പഠിക്കുന്നവന് അതിൻ്റെ ആശയങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് അവന് രോമാഞ്ചമുണ്ടാകും. പിന്നീട് അവൻ്റെ ഹൃദയം മൃദുലമാകും. അതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാനുള്ള ശാന്തതയും പക്വതയും അവന് ലഭ്യമാകും എന്ന് അല്ലാഹ് പറയുമ്പോൾ, ഖുർആൻ ഓതി കുറെ കഴിയുമ്പോൾ ഭ്രാന്ത് പിടിക്കുമെന്ന് നമ്മുടെ ആളുകളും കേരളത്തിൽ പറഞ്ഞു നടന്നു. അവർ ഓതിയത് ഖുർആനായിരിക്കുമോ എന്ന് അറിയില്ല. എന്നാൽ ഓതിയാൽ നമുക്ക് കൂടുതൽ അറിയില്ല, ഓതി മറിഞ്ഞു പോകും എന്നൊക്കെ പറയുന്ന ആ ധാരണയെ സംബന്ധിച്ച് ലോകത്ത് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്,
ഇബ്നു ഹുബൈറ പോലെയുള്ള ആളുകൾ പറഞ്ഞു, മഹാനായ ഇബ്നു റജബിന്റെ തബഖാത്തുൽ ഹനാബിലയിൽ കാണാം, മിൻ മകായിദിശ് ശൈത്വാനി തംഫീറുഹു ഇബാദല്ലാഹി മിൻ തദബ്ബുരിൽ ഖുർആൻ. ശൈത്വാന്റെ വഞ്ചനകളിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ അടിമകൾ ഖുർആൻ ചിന്തിക്കുന്നതിൽ നിന്ന് ആളുകളെ അകറ്റിക്കളയുക, ആളുകൾക്ക് ഖുർആൻ ചിന്തിക്കാനുള്ള അവസരം ഒഴിവാക്കാൻ ആളുകൾക്ക് അതിനോട് വെറുപ്പുണ്ടാക്കുക. ഇതൊക്കെ ശൈത്താന്റെ വഞ്ചനയാണ്, കുതന്ത്രമാണ്. ഖുർആൻ ചിന്തിക്കാൻ പാടില്ല. ഖുർആൻ എന്ന് പറഞ്ഞാല് ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദാ എന്ന ഈ ആയത്തിനെ തല കുത്തനെ നിർത്തി വിശദീകരിച്ചുകൊണ്ടാണ് ഖുർആനിന്റെ അർത്ഥം ആളുകൾക്ക് വിവരിച്ചു കൊടുക്കുന്നതിനെ മുടക്കിക്കളയാറുള്ളത്. അവിടെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഈ ഖുർആനിന്റെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വചനം സമുദ്രത്തിലുള്ള വെള്ളം മുഴുവനും മഷിയായി, അതുപോലെ എല്ലാം പേനയായി, എന്നിട്ട് ഇതെല്ലാം രേഖപ്പെടുത്താൻ അള്ളാഹിന്റെ വചനങ്ങൾ ഇവ കൊണ്ട് രേഖപ്പെടുത്താൻ ശ്രമിച്ചാൽ എന്നാലും സമുദ്രത്തിലുള്ള വെള്ളം വറ്റിപ്പോകും എന്നാണ് ഖുർആനിലുള്ളത്. അതുകൊണ്ട് ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല, ഖുർആന്റെ അർത്ഥം പറയാൻ പാടില്ല എന്ന ഈ രൂപത്തിലുള്ള ന്യായങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞത് ശൈത്താന്റെ കുതന്ത്രമാണ്. കാരണം ശൈത്താൻ അറിയാം ലി ഇൽമിഹി അന്നൽ ഹുദാ വാഖിഉൻ ഇൻദ തദബ്ബുർ, സന്മാർഗം ചിന്തിക്കുന്നവർക്ക് സന്മാർഗം ലഭ്യമാകുമെന്ന് ഖുർആൻ അറിയാം, അല്ല ശൈത്താൻ അറിയാം. അതുകൊണ്ട് ശൈത്താൻ പറയും, ഹാദിഹി മുഖാത്തിറത്തുൻ, ഖുർആന്റെ അർത്ഥം പറയുന്നത് വലിയ അപകടമുള്ള കാര്യമാണ്, ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നത് അപകടകരമാണ്. ഹത്താ യഖൂലുൽ ഇൻസാൻ, അങ്ങനെയുള്ള തോന്നൽ മനുഷ്യ മനസ്സിലെത്തിയാൽ മനുഷ്യൻ പറയും, അനലാ അതകല്ലമു ഫിൽ ഖുർആനി തവർറുഅ, ഞാൻ ഖുർആനിൽ ഒന്നും പറയില്ല, ഖുർആനിന്റെ ഒരു അർത്ഥവും പറയില്ല, ഒരു വേർഡും വിശദീകരിക്കൂല, സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഞാൻ വലിയ വലിയ മഹാന്മാര് പറഞ്ഞത് കേട്ടോളാം എന്നിടത്തേക്ക് മനുഷ്യൻ എത്തുമെന്ന് തവഖാത്തുൽ ഹനാബിലയിൽ മഹാനായ ഇബ്നു റജബ് വ്യക്തമാക്കുകയാണ്. അതുപോലെ മഹാനായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയുടെ അത്ബിയാൻ ഫി അഖ്സാമിൽ ഖുർആനിൽ അദ്ദേഹം വിവരിക്കുകയാണ്, മൻ ഖാല ഇന്നഹു ഇന്നലഹു തഅവ്വുലൻ വലാ നഅലമുഹു വലാ നഫ്ഹമുഹു, ആരെങ്കിലും പറയുകയാണ് ഖുർആനിന് പ്രത്യേകമായ വ്യാഖ്യാനങ്ങളുണ്ട്, പ്രത്യേകമായ ആശയങ്ങളുണ്ട്, അത് നമുക്ക് അറിയില്ല, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അത് വലിയ ആഴങ്ങളുടെ ആഴങ്ങളാണ്, ഏഴാം കടലാണ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പറച്ചിൽ പറഞ്ഞ് ഖുർആനിൽ നിന്ന് ആരെങ്കിലും മാറിയാൽ, എന്നിട്ട് അവർ പറയും ഇന്നമാ നത്ലു മുതഅബ്ബിദീന ബി അൽഫാദിഹി, നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതുക മാത്രമേ ചെയ്യുള്ളൂ, ഇബാദത്ത് എന്ന നിലക്ക് ഖുർആൻ ഓതുക, അതിന്റെ അർത്ഥം പറയുന്ന പരിപാടിയില്ല, ആശയങ്ങൾ വിവരിക്കുന്ന പരിപാടിയില്ല, അത് അപകടമാണ് എന്നൊരാൾ പറഞ്ഞാൽ ഫഫീ ഖൽബിഹി മിൻഹു ഹറജുൻ, ഇബ്നുൽ ഖയ്യിം പറയാം, അവന്റെ മനസ്സിൽ രോഗമുണ്ട്, അവന്റെ മനസ്സിൽ അപകടമുണ്ട്. ഇങ്ങനെ നിരവധി പണ്ഡിതന്മാർ ഇതിനെ ഖണ്ഡിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ ഒരു സുന്നത്തായിരിക്കാം ഖുർആനിനെ പഠിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയുന്ന ആളുകൾക്കെതിരെ
കഴിഞ്ഞകാല പണ്ഡിതന്മാരെ കൊണ്ട് അല്ലാഹു തആല ശക്തമായി ഖണ്ഡനങ്ങൾ രേഖപ്പെടുത്തിപ്പിച്ചത്. മഹാനായ ഇമാം സൻആനി ഈ ധാരണയെ ഗണ്ണിച്ചുകൊണ്ട് പറയുകയാണ്, ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആളുകളുടെ ധാരണ അദ്ദേഹം ഗണ്ണിക്കുക. അതേ പറയാം, മൻ ഖറാ സമഅഹു, ആരുടെയെങ്കിലും കാതിൽ കേൾക്കുകയാണ് എന്ത്, വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ് എന്ന ആയത്തൊരാൾ കേട്ടാൽ, എന്താ ആയത്തിലുള്ളത്? നിങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് വല്ലതും ചെയ്താൽ പരലോകത്ത് അതിന്റെ കൂലിട്ടും എന്ന് ഈ ആയത്ത് ആരുടെയെങ്കിലും കാതിൽ കേട്ടാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫഹിമ മഅനാഹു, അതിന്റെ അർത്ഥം അവന് മനസ്സിലാകും. അല്ലേ? നിങ്ങള് എന്തെങ്കിലും ഈ ദുനിയാവിൽ വല്ലതും ചെയ്താൽ പരലോകത്തിൽ അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് അള്ളാഹ് പറഞ്ഞ പച്ചയായ ഈ വേർഡ് ആരോട് പറഞ്ഞാലും ഇതിന്റെ ആശയം അവർക്ക് മനസ്സിലാകും. എന്നിട്ട് ഇമാം സന്നാനി പറയുകയാണ്, ദൂന അൻ യഅരിഫ അന്നമാ കലിമത്തു ഷർത്തിൻ, മാ തുഖദ്ദിമു എന്ന് പറഞ്ഞുകൊടുത്ത മാ എന്താണ് എന്നൊരാളോട് ചോദിച്ചാൽ മാ എന്താണെന്ന് അവനറിയില്ല. അത് ഷർത്തിന്റെ വചനമാണ് എന്ന് പറഞ്ഞാലും സാധാരണക്കാരനറിയില്ല. അതുപോലെ തുഖദ്ദിമു എന്നുള്ള വേർഡ് എന്താണ്, അത് ആ ഷർത്ത് കൊണ്ട് മജ്സൂമാണ് എന്ന് പറഞ്ഞാൽ അതും സാധാരണക്കാരനറിയില്ല. വതജിസ്ദൂഹു എന്ന് പറയുമ്പോൾ അതും അതിന്റെ മജ്സൂമാണ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനറിയില്ല. പക്ഷേ മാ തുഖദ്ദിമൂ ലി അൻഫുസികും, നിങ്ങൾ മുന്തി വല്ലതും നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി വല്ലതും ചെയ്താൽ, ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾ വല്ലതും ചെയ്താൽ, മിൻ ഖൈരി, നല്ല കാര്യം വല്ലതും ചെയ്താൽ, തജിദു ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കലും അതിന്റെ കൂലി കിട്ടും. ഇത് ഏത് മനുഷ്യനോട്, റോഡ് മുറിച്ച് അടക്കാൻ പറ്റുന്ന ഏത് മനുഷ്യനോട് പറഞ്ഞാലും അവൻ ആ പറഞ്ഞത് മനസ്സിലാവും. അല്ലേ? ഈ ദുനിയാവിൽ നല്ല അമല് ചെയ്താൽ പരലോകത്ത് കൂലിയിട്ടു എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവാത്ത പോലെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാൽ ഈ അറഫുകളുടെ ഈ അറബി വേർഡ് എന്താ, മാ എന്താ, തുഖദ്ദിമു എന്താ, തജിദു എന്താ, അങ്ങനെ ചോദിച്ചാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിക്കൊള്ളൊന്നുമില്ല. എന്നാൽ നിർബന്ധമാണോ എല്ലാ മനുഷ്യനും അറബി ഭാഷയുടെ പോട്ടെ, അപ്പോ ആ അറബി ഭാഷയുടെ ഓരോ വേർഡുകളും ഈ രൂപത്തിൽ പഠിക്കൽ നിർബന്ധമുണ്ടോ? എല്ലാവർക്കും നിർബന്ധമില്ല. പിന്നെ അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇമാം സന്നാനി പറയും, ഏത് മരമണ്ടനും മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹു തആല ഖുർആൻ ഇറക്കി. നമ്മൾ നേരത്തെ ഓതിയ ആയതാണ്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ചിന്തിക്കാൻ വേണ്ടി എല്ലാവർക്കും മനസ്സിലാക്കാൻ എളുപ്പമായ രൂപത്തിൽ അള്ളാഹു തആല ഖുർആനിനെ ഇറക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഇമാം സന്നാനി പറയാം, ഫയാ ലൈത ശാഇരി മല്ലദി ഖസ്സൽ കിതാബ വസ്സുന്ന ബിൽ മൻ അൻ മഅരിഫതി മആനിഹ. എന്ത് സംഭവിച്ചു പോയി ജനങ്ങൾക്ക്? ഈ ഖുർആന്റെ അർത്ഥം മാത്രം പഠിക്കുന്നത്, അത് പറയുന്നത് തടസ്സം നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ബാക്കി എല്ലാം അവർക്ക് പഠിക്കാം, പറയാം, ഒരു കുഴപ്പമില്ല. ഖുർആനെ മാത്രം തൊടാൻ പാടില്ല, അതിന്റെ അർത്ഥം തിരിയില്ല എന്ന് ഇവര് പറയുന്നു. അള്ളാഹ് പറയുന്നു തിരിയും, മനസ്സിലാകും. ഇനി ഖുർആനിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് ഏത് രൂപത്തിലൊക്കെ എളുപ്പത്തിൽ പ്രവേശിക്കുമെന്ന് ഖുർആന്റെ തഫ്സീറുകളെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, ഖുർആനിന്റെ ആയത്തുകൾ ലോകത്തുള്ള എല്ലാ മുസ്ലിമിനും
അള്ളാനെ പേടിക്കാൻ പറ്റിയ രൂപത്തിൽ അള്ളാഹ് ആക്കിയിട്ടുള്ളത്. അത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഒരാളും അള്ളാനെ മറക്കുകയോ അള്ളാനെ പേടിക്കാത്ത അവസ്ഥ ഉണ്ടാവുകയോ ചെയ്യാൻ പാടില്ല. അതൊഴിവാക്കാൻ തന്നെയാണ് അല്ലാഹു തആല ഖുർആൻ ഈ രൂപത്തിൽ സംവിധാനിച്ചത്. അതിന്റെ ചില ഖുർആനിലെ ചില ആയത്തുകൾ ഏത് വിഡ്ഢികളായ ആളുകൾക്കും അതിന്റെ അർത്ഥം മനസ്സിലാകുന്ന രൂപത്തിലാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. ചില ആയത്തുകൾ അങ്ങനെയാണ്. ഏത് വിഡ്ഢികൾക്കും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാ തുഖദ്ദിമൂ ലി അൻഫുസികും തജിദു ഇൻദല്ലാഹ് മിൻ ഖൈറിൻ തജിദു ഇൻദല്ലാഹ്. ഈ ആയത്തിന്റെ അർത്ഥം ആരോട് പറഞ്ഞു കൊടുത്താലും ആൾക്ക് മനസ്സിലാവും. അതിൽ പിന്നെ സംശയമോ ഇഷ്കാലോ ഇല്ല. നിങ്ങൾ അതുപോലെ ആകാശം നിങ്ങളുടെ തലക്ക് മുകളിലാണ് ആകാശം എന്നുള്ള ഖുർആനിൽ പറയുന്നത്. ഇതൊക്കെ ഇപ്പോ മനസ്സിലാവാത്ത വല്ല പ്രശ്നം ഉണ്ടാകുമോ? അപ്പൊ ഈ ലെവലിൽ ആളുകൾക്ക് ഗ്രാഹ്യമാകുന്ന ഏത് വിവരമില്ലാത്തവനും മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഒരുപാട് ആയത്തുകൾ കൊണ്ട് അല്ലാഹു തആല ഖുർആനിനെ ധന്യമാക്കിയിരിക്കുകയാണ്. അതുപോലെ ഖുർആനിലെ മറ്റൊരു വിഭാഗം ആയത്തുകൾ അറബികൾക്ക്, അറബി ഭാഷ അറിയുന്നവർക്ക് മനസ്സിലാകുന്ന ആയത്തുകൾ. അറബി ഭാഷ അറിയുന്ന ആർക്കും മനസ്സിലാകുന്ന ആയത്തുകൾ. ഏത് അറബികളും? ഇപ്പൊ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ സഹോദരങ്ങളെ? അത് ഞാൻ പുറത്തൊന്നുമില്ലല്ലോ. ഓക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹ് പറയാണ്, യുദ്ധങ്ങൾ നടക്കുമ്പോൾ പ്രശ്നസങ്കീർണമായ സന്ദർഭത്തിൽ وَإِنَّ أَحَدٌ مِّنَ الْمُشْرِكِينَ اسْتَجَارَكَ فَأَجِرْهُ حَتَّى يَسْمَعَ كَلَامَ اللَّهِ. ഒരു ബഹുദൈവാരാധകൻ, ഒരു മുശ്രിക്ക് നിങ്ങളെ അടുക്കൽ വന്ന് അഭയം തേടിയാൽ നിങ്ങൾ അവന് അഭയം നൽകണം. അവന് നിങ്ങൾ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുക്കണം. റസൂലുള്ളാഹിയോട് പറയാണ്, മക്കത്തെ മുശ്രിക്ക് അറബിയാണ്, അവനത് ഓതിക്കൊടുത്താൽ അവനത് മനസ്സിലാകും. അപ്പൊ അറബിയിലുള്ള വേർഡുകൾ അവൻ കേൾക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോ അറബി അറിയുന്നവർക്ക്, അതേ സ്ഥാനത്ത് ഇവിടെ മുശ്രിക്കായ ആൾ ഇപ്പൊ ഖുർആൻ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കാറില്ല, ഖുർആനിന്റെ അർത്ഥം ശരിക്കും അറിയണമെങ്കിൽ മുജ്തഹിദായ പണ്ഡിതന്മാരുടെ മർത്തബയിലെത്തണം, അവർക്കിത് അറിയുള്ളൂ എന്നാ. അങ്ങനെയാണെങ്കിൽ അബൂജാഹിലോ ഉത്ബത്തോ ഷൈബത്തോ ആരെങ്കിലും മുജ്തഹിദുകളുണ്ടോ? ഒറ്റ ആളുണ്ടോ? അവർക്ക് ദീൻ എന്താണെന്ന് അറിയോ? എന്നാൽ അവർക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. وَإِنَّ أَحَدٌ مِّنَ الْمُشْرِكِينَ اسْتَجَارَكَ فَأَجِرْهُ حَتَّى يَسْمَعَ كَلَامَ اللَّهِ എന്ന് അള്ളാഹുവിന്റെ വളരെ ശക്തമായ ഒരു പ്രഖ്യാപനമാണ്. അപ്പൊ ഇങ്ങനെ ഖുർആൻ എല്ലാവർക്കും, ഒന്നും അറിയാത്തവർക്കും അതുപോലെ അറബി ഭാഷ അറിയുന്ന ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ആർക്കും തന്നെ സംശയത്തിന് യാതൊരു വഴിയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വഇന്ന അഹദ മിനൽ മുശ്രിക്കീന ഇസ്തജാറക എന്നുള്ള ആയത്ത് സൂറത്ത് തൗബയിലെ 6-ാമത്തെ വചനമാണ്. നിർത്തുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആൻ ഉൾക്കൊള്ളാൻ പറ്റാത്തവരാരുമില്ല. അതുപോലെ മൂന്നാമത്തെ വിഭാഗം അതിൽ പണ്ഡിതന്മാർക്ക് മാത്രം അറിയാൻ പറ്റുന്ന ആയത്തുകൾ ഖുർആനിൽ. അങ്ങനെയാണ് ചില അഹ്കാമുകളെ സംബന്ധിച്ചിപ്പോ, അതുപോലെ പല പല മേഖലകളും ചില ആയത്തുകളിലൊക്കെ നമുക്ക് പണ്ഡിതന്മാരുടെ സാന്നിധ്യവും അവരുടെ വിശദീകരണങ്ങളും ആവശ്യമുണ്ടാകുന്ന ആയത്തുകളുണ്ട്. അത് അവർക്കറിയും, അവരറിയും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്ക് ഒരു പ്രത്യേകത അല്ലാഹു തആല നൽകുകയും ചെയ്തു, അവർക്ക് പ്രത്യേകിച്ചറിയുന്നത്. എന്നാലോ അള്ളാഹുവിന്റെ സ്വർഗം നേടാനും അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും
ആവശ്യമായതെന്തോ അത് എല്ലാവർക്കും നൽകുന്ന രൂപത്തിലാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയത്. സൗണ്ട് കുറവാണെന്ന് ഒരു മെസ്സേജ് കാണുന്നുണ്ടല്ലോ, കുറവ് തന്നെയാണോ? എല്ലാരും കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ. എന്നാൽ 4-ാമത്തെ വകുപ്പ് ഖുർആനില് ഒരു വിഭാഗം ആയത്തുകളുണ്ട്. ആ ആയത്തുകളുടെ ആശയം എന്താണെന്ന് അള്ളാഹുവിന് കുറവാണില്ലേ? അപ്പൊ എന്ത് പറ്റി പഠിച്ചാലും ഞാൻ നോക്കട്ടെ. അള്ളാഹുവിന് മാത്രമേ ആ ആയത്തുകളുടെ അർത്ഥം അറിയുള്ളൂ. അങ്ങനെയും ആയത്തുകൾ ഖുർആനിലുണ്ട്. ഒറ്റ മിനിറ്റ് ഞാനൊന്ന് നോക്കിക്കളയാം. ഇവിടെ ഒരു കൂട്ട് ഇപ്പൊ ശരിയായോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പവർ സൗണ്ടിന്ന് മാറ്റം വന്നില്ലേ? ഓക്കെ. അപ്പോ 4-ാമത് തഫ്സീറില് ആയത്തുകളുടെ അവസ്ഥകൾ പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാകുന്നത്. 3-ാമത്തത്. 4-ാമത്തത് അല്ലാഹുവല്ലാതെ ആർക്കും അതിന്റെ ആശയം അറിയില്ല. അതിന്റെ കൈഫിയത്ത്, അതിന്റെ രൂപം എന്താണ് നമുക്കറിയില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ആൾക്കാർക്ക് ആർക്കും അറിയാത്തത്? എന്തിനാ അല്ലാഹു തആല ഇവിടെ ഇട്ടത്? അത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. ഇത് ഖുർആൻ അള്ളാന്റെ കലാമാണ്, അള്ളാഹുവിന്റെ കലാമാണ് ഇത് എന്ന് മനുഷ്യനെ അറിയിക്കൽ തന്നെയാണ് ആ വചനങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതന്നെ, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് അള്ളാന്റെ കലാമാണെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇത് സൃഷ്ടികളുടെ സൃഷ്ടിപ്പല്ല, മനുഷ്യന്മാരുടെ കൈക്രിയകൾ മൂലം ഉണ്ടായ ഗ്രന്ഥമല്ല എന്ന് ജനങ്ങൾക്ക് ശരിക്കും ഗ്രഹിക്കാൻ തന്നെയാണിത്. മനുഷ്യർ എഴുതിയ ഗ്രന്ഥങ്ങളാണെങ്കിൽ അത് എന്താണെന്നുള്ളത് എങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെതായ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ മനുഷ്യന് കഴിയും. എന്നാൽ ഖുർആനിൻ്റേത് ചില വചനങ്ങൾ മനുഷ്യൻ അറിയില്ല, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. ഖുർആൻ ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസവും പരലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും ഭയവും നൽകാൻ വേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചില വചനങ്ങൾ അങ്ങനെയും. അപ്പൊ നാം പറഞ്ഞു വരുന്നത്, ഖുർആൻ എല്ലാവർക്കും മനസ്സിലാവാൻ പറ്റുന്ന രൂപത്തിൽ ആണ് ഒരു വിഭാഗം ആയത്തുകൾ. മറ്റൊരു വിഭാഗം ആയത്തുകൾ അറബി ഭാഷ അറിയുന്നവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലും, മറ്റൊരു വിഭാഗം ആയത്തുകൾ പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാകുന്ന ആയത്തുകളും, മറ്റൊരു വിഭാഗം ആയത്തുകളിൽ അള്ളാഹുവിന് മാത്രം അറിയുന്ന ആയത്തുകളും. ഇങ്ങനെയാണ് ഖുർആനിന്റെ അവസ്ഥ. അതുകൊണ്ട് ഖുർആനിനെ ആർക്കും പേടിക്കേണ്ടതില്ല. എല്ലാവർക്കും അവന്റെ ജീവിതത്തിന്റെ ഒരു മാർഗരേഖയായി, അവന്റെ കയ്യിലൊരു വിദേശങ്ങളിലേക്ക് യാത്ര പോകുമ്പോൾ ഒരു മാപ്പ്, ഒരു രാഷ്ട്രത്തിലെ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ, കേരളത്തിൽ വരുമ്പോൾ ഒരു മാപ്പുമായിട്ട് വരുന്നത് നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് അവർക്കത് നൽകുന്ന നമ്മൾ കാണാറുണ്ട്. എന്നതുപോലെ നമ്മുടെ സഞ്ചാരപഥത്തെയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ചിട്ടപ്പെടുത്താൻ ഈ ഖുർആൻ പര്യാപ്തമാണ്. അതുപോലെ ഖുർആനിലെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഖുർആനാണല്ലോ നമുക്ക് വിധികളും വിലക്കുകളും നൽകുന്നത്. വിധികളും വിലക്കുകളും നൽകുന്നത് ഖുർആനാണ്. അതായത് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല, ചെയ്യണം എന്നുള്ളത് വിധിയും പാടില്ല എന്നുള്ളത് വിലക്കുമാണ്, നമുക്കറിയാം. അല്ലെങ്കിൽ വാജിബ് ഹറാം എന്ന രൂപത്തിൽ. അതുപോലെ തന്നെ സുന്നത്ത് കറാഹത്ത് എന്ന രൂപത്തിൽ. അപ്പോ ഇങ്ങനെയുള്ള ഖുർആനിൽ എത്രയോ ആയത്തുകളുണ്ട്, നിരവധി ആയത്തുകളുണ്ട്. നമ്മുടെ നാട്ടിൽ
6666 ആയത്ത് എന്ന ഒരു പഴഞ്ചൊല്ല് പോലെ പറയാറുള്ള ഒരു പരിപാടിയുണ്ട്. എന്നാൽ അത് ശരിയല്ല. 6666 ഖുർആനിലായത്തും 4444 നാരിയത്ത് സലാത്തും എന്നാണ് ആളുകൾ പലരും പറയാറുള്ളത്. എന്നാൽ അത് ശരിയല്ല. നാരിയത്ത് സലാത്തിൽ ശിർക്കുണ്ടോ? ഉണ്ട്, തർക്കമൊന്നുമില്ല. അത് സാന്ദർഭികമായി ഉണർത്തുകയാണ്. നാരിയത്ത് സലാത്തിൽ ശിർക്കില്ല എന്ന് ഒറ്റ മുജാഹിദിനും വാദമില്ല. എല്ലാ മുജാഹിദും നാരിയത്ത് സലാത്തിൽ ശിർക്കുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. വിശ്വസിക്കുക മാത്രമല്ല, അത് ഉറപ്പുമാണ്. അതിൽ തർക്കവും ഇല്ല എന്നും സാന്ദർഭികമായി ഉണർത്തുകയാണ്. എവിടെയാണ് ശിർക്കുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് എല്ലാ കെട്ടിക്കൊടുക്കുകളും ഒഴിവാകും. നബിയെ കൊണ്ട് എല്ലാ ആവശ്യങ്ങളും നേടും. ഈ അൽ ഹവായിജിന്റെ അലിഫ്ലാമ ഇസ്തിഗ്റാഖിന്റെ അലിഫ്ലാമ എന്താവശ്യം ഉണ്ടെങ്കിലും നബിയെ കൊണ്ട് നേടും. അത് റസൂലുള്ള പറഞ്ഞ വാക്കിനെതിരാ. റസൂലുള്ള സ്വന്തം മോളോട് പറഞ്ഞ, മോളെ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, നിന്നെ അള്ളാഹുവിൽ നിന്ന് നരകത്തുനിന്ന് രക്ഷപ്പെടാൻ നിനക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊന്നും എനിക്ക് ചെയ്തു തരാൻ പറ്റൂല. പടച്ച റബ്ബിനോട് ഇബാദത്തെടുത്ത് നീ തടി രക്ഷപ്പെടുത്തിക്ക മോളേവന. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയൊരു സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. വേറെയും ഒരുപാട് ശിർക്ക് നാരിയത്ത് സലാത്തിലുണ്ട്. അത് നാരിയത്ത് സലാത്ത് ശിർക്കില്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട. അതുപോട്ടെ. അപ്പൊ ഇവിടെ ഖുർആനിന്റെ ആയത്തുകളുടെ എണ്ണം 6666 എന്നൊക്കെ ആളുകൾ പറയാറുണ്ടെങ്കിലും ഖുർആന്റെ ആയത്തുകളുടെ എണ്ണം എത്ര എന്ന് കൃത്യമായി എണ്ണി അങ്ങോട്ട് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ തന്നെയാണ് ഖുർആൻ. കാരണം റസൂലുള്ളാഹിയിൽ നിന്ന് ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കേട്ട സഹാബാക്കൾ ചില സന്ദർഭങ്ങളിൽ രണ്ടായത്തുകൾ ഒരുമിച്ച് ഒറ്റ ആയത്തായി മനസ്സിലാക്കി രണ്ടായത്തിനെ ചിലർ ഒറ്റ ആയത്താക്കി എണ്ണും. ചില ആളുകൾ ഒരു ആയത്തിനെ തന്നെ രണ്ടായത്താക്കി മനസ്സിലാക്കി അവിടെ രണ്ടായത്തായിട്ട് എണ്ണുകയും ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ തഫ്സീറുകൾ രചിക്കുമ്പോൾ ഓരോ ഖുർആനിലെ അധ്യായങ്ങളും അവരിങ്ങനെ കൊടുക്കുമ്പോ അധ്യായത്തിന്റെ തുടക്കത്തിൽ അവരതിന് ആയത്തുകളുടെ എണ്ണം പറയാറുണ്ട്. അങ്ങനെ ആയത്തുകളുടെ എണ്ണം ഇങ്ങനെ പറയുമ്പോ ഇപ്പോ അൽ ബഖറയിൽ ഇപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കിയത് 286 ആയത്തുണ്ട് എന്ന് നമ്മൾ പറയാം. മുസാബിലൊക്കെ അങ്ങനെ 286 ആയത്ത് അൽ ബഖറയിലുണ്ട് എന്ന് പറയുമ്പോ മുഫസ്സിറുകൾ പറയാ 286 അല്ലെങ്കിൽ 280 അല്ലെങ്കിൽ 283 ആയിരിക്കും എന്ന് പറഞ്ഞിട്ടായിരിക്കും അവരുടെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലെ തുടക്കത്തിൽ തന്നെ ഈ സൂറത്തുകളെ വിശദീകരിക്കുമ്പോൾ അവർ പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി ഇത്ര ആയത്ത് എന്ന് നമുക്ക് ഒറ്റ അടിക്ക് എണ്ണി പറയാൻ കഴിയില്ല. എന്നാലോ ആരെങ്കിലും എണ്ണി പറഞ്ഞാൽ ഓക്കെ, ശരിയാണ്, ഇപ്പോ 6236 എന്ന് ചിലർ പറയാറുണ്ട്. അതുപോലെ വേറെയും പല സംഖ്യകൾ പലരും പറയാറുണ്ട്. എന്തായിരുന്നാലും ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ആയത്തിന്റെ കാര്യത്തിൽ നമ്മൾ ആരും തർക്കിക്കേണ്ട കാര്യമില്ല. ഖുർആൻ കയ്യിലുണ്ടായാൽ മതി. ഖുർആൻ മൊത്തം ഫാത്തിഹ മുതൽ സൂറത്തു നാസ് വരെ ഒറ്റ ആയത്തായിക്കോട്ടെ, നമുക്കാർക്കും അതിൽ മുടക്കല്ലല്ലോ. ഖുർആൻ ഫാത്തിഹ മുതൽ സൂറത്തു നാസ് വരെ ഒരായത്തുള്ള മതി. അതൊക്കെ ഒറ്റ ആയത്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ മുടക്കല്ല. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളുക, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി മാത്രവുമല്ല, ഈ ഖുർആൻ മനുഷ്യന് എളുപ്പമാകുന്ന രൂപത്തിലാണ് എന്നതിന് മറ്റൊരു തെളിവ് നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയും. ഖുർആനില് ഇസ്ലാമിന്റെ ഞാൻ പറഞ്ഞല്ലോ വിധികളും വിലക്കുകളും
ഈ വിധിവിലക്കുകൾ ഖുർആനിൽ ഏതായാലും 6000 മുകളിൽ ആയത്തുണ്ടല്ലോ. ഈ 6000 ചില്ലാനം ആയത്തുകളിൽ ഖുർആനിൽ അഹ്കാമുകളുള്ള ആയത്തുകൾ, അതായത് ഹുക്മ് പറയുന്ന ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്ന് പറയുന്ന ഹുക്മ് പറയുന്ന ആയത്തുകൾ ഖുർആനിൽ വെറും 500 എണ്ണമാണ്. ഖുർആനിൽ 6000 പരം ആയത്തുകൾ ഉണ്ടായിട്ട് 500 ആയത്തുകളിലാണ് അള്ളാഹു വിധികൾ പറയുന്നത്, വിധിവിലക്കുകൾ പറയുന്നത്. അതായത് മനുഷ്യന് ഭാരമാകുന്ന രൂപത്തിലുള്ള ഹുക്മുകളല്ല ഖുർആനിൽ ഉള്ളത് എന്നർത്ഥം. അപ്പോ ഇങ്ങനെ മനുഷ്യന് എളുപ്പമായ രൂപത്തിൽ, അതാണ് ലഖദ് യസ്സർനൽ ഖുർആൻ, ഖുർആൻ നമ്മൾ എളുപ്പമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു തആല പറയുമ്പോൾ ആ ഖുർആനിൽ അള്ളാഹു തആല 10,000 വിധിവിലക്കുകൾ, ലക്ഷക്കണക്കിന് അങ്ങട്ട് ഇങ്ങട്ട് എന്ന് പറയുമ്പോൾ ആളതോടെ ഞെട്ടണ്ട. അള്ളാഹു പറയാ അതിൽ 500 സ്ഥലത്തെ വിധികളുള്ളൂ. ഈ ഖുർആനിനെ ഈ രൂപത്തിൽ എളുപ്പമാക്കി തന്നിട്ട് ആരെങ്കിലും ഇത് പരിഗണിക്കണില്ലെങ്കിട്ടല്ലോ, ഇങ്ങനെ ഇത്രയൊക്കെയല്ലേ ഒരു മനുഷ്യൻ ചെയ്യേണ്ടിയുള്ളൂ, ഇത് പോരെ. ഈ ഖുർആൻ കൈ കൊടുത്തിട്ട് മനുഷ്യൻ കളിക്കാൻ, അത് പഠിക്കാൻ തയ്യാറല്ല. മുജാഹിദുകളുടെ ഖുർആൻ ക്ലാസുകൾ കേട്ട് തലക്ക് ഭ്രാന്ത് പിടിച്ച പല ആളുകളും സമാന്തരമായി ഖുർആൻ ക്ലാസുകൾ തുടങ്ങിയവർക്ക് ഭ്രാന്ത് പിടിച്ചു. ഖുർആൻ ക്ലാസ് തുടങ്ങിയ ആളുകൾക്ക് ഭ്രാന്ത് പിടിച്ചു. കാരണം അവർ മുമ്പ് പറഞ്ഞിരുന്നത് ഭ്രാന്താവുന്നായിരുന്നു. നമ്മൾ കേരളത്തിലെ വലിയ ഒരു ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ഒരു MD-യുടെ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ബഹുമാനപ്പെട്ട ആളുടെ ഓഡിയോ ക്ലിപ്പ് നെറ്റിൽ നമ്മളൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഖുർആൻ ഇങ്ങനെ വിശദീകരിച്ച് മൂപ്പര് ഖുർആൻ ക്ലാസ് എടുത്തെടുത്ത് സ്റ്റഡി കൊടുത്ത് അവസാനം മൂപ്പര് ഈ ഏറുവാടിയിൽ കൊണ്ടുപോയാക്കിയെന്നാ കേൾക്കാറുള്ളത്. എന്തോ ആവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഖുർആനിനെ നല്ല ഉദ്ദേശത്തോടുകൂടെ അല്ലാതെ കൈകാര്യം ചെയ്താൽ അത് ഗുണത്തിലേറെ ദോഷം ഉണ്ടാക്കുമെന്നതിന് ഉള്ള തെളിവ് നമ്മുടെ അപ്പുറത്തുള്ള ആളുകൾ തന്നെയാണ്. മാത്രവുമല്ല, നാളെ പരലോകത്ത് ഈ ഖുർആനിനെ അവഗണിച്ച ആളുകൾ 2 കൈയും കടിച്ച് നിലവിളിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് റബ്ബ് തആല അവന്റെ ഖുർആനിലൂടെ അറിയിച്ചതാണ്. യൗമ യഅല്ലു ളാലിമു അലാ യദൈ യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. അള്ളാഹുവിന്റെ പ്രഖ്യാപനം. പരലോകത്ത് ക്രമം തെറ്റിച്ച ആളുകൾ പറയും, അള്ളാഹുവേ, ഞാൻ ഈ മുഹമ്മദ് നബി പറഞ്ഞത് കേട്ട് നടന്നിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് വിലപിച്ച് നിലവിളിക്കും അവർ. എന്റെ നേതാക്കന്മാരും പ്രമാണിമാരും പറയുന്നത് കേൾക്കാതെ ഞാൻ റസൂലുള്ള പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് അവൻ വിലപിക്കും. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയും, ഖുർആൻ പറയുക, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, എന്റെ ജനത ഈ ഖുർആനിനെ അവഗണിച്ചു റബ്ബേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് പറയുമെന്ന് ഖുർആൻ പറയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഖുർആനിനെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു കൂട്ടുകാരനായി, നമുക്കുള്ള മാർഗദർശിയായി, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ജീവിത പങ്കാളികൾ, ഇവരെക്കാണെയൊക്കെ നമുക്ക് ഏറ്റവും പ്രിയങ്കരമായ നമ്മുടെ ജീവിത പങ്കാളിയായി ഇതിനെ സ്വീകരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. മാത്രവുമല്ല, അല്ലാഹു തആല പറയാൻ,
ഇന്നഹു ലഖൗലുൻ ഫസ്ൽ, ഈ ഖുർആനുണ്ടല്ലോ ഇതൊരു നിർണായകമായ വാക്കാണ്. ഇന്നഹു ലഖൗലുൻ ഫസ്ൽ, ഇതൊരു നിർണായകമായ വാക്കാണ്. വമാ ഹുവ ബിൽ ഹസ്ൽ, ഇത് തമാശയല്ല കേട്ടോ, തമാശയല്ല കേട്ടോ, ഇതൊരു നിർണായകമായ വാക്കാണ്. നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. മാത്രമല്ല അല്ലാഹു പറഞ്ഞു, അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂൻ, ഈ പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? വതൽഹഖൂൻ, നിങ്ങൾ ചിരിക്കുകയാണോ? വലാ തബ്കൂൻ, നിങ്ങൾ കരയുന്നില്ലേ? വഅൻതും സ്വാമിദൂൻ, നിങ്ങൾ അശ്രദ്ധയിലാണ് കൂട്ടരെ. അല്ലാഹു പറയാൻ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ വചനം അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അള്ളാഹു സിംഹാസനത്തിന് മേൽ ഉപവിഷ്ടനാണ് എന്ന് പറയുമ്പോ പരിഹസിക്കുക, കളിയാക്കുക. അള്ളാഹ് സിംഹാസനത്തിന്റെ മുകളിൽ ഉപവിഷ്ടനാണെങ്കിൽ ദുന്യവിയായ ആകാശത്തേക്ക് രാത്രിയിൽ അള്ളാഹ് ഇറങ്ങുന്നുമുണ്ടല്ലോ, അവരെങ്ങനെ ശരിയാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കളിതമാശ വർത്തമാനങ്ങൾ പറഞ്ഞ് നടക്കുന്ന ആളുകളോട് അള്ളാഹ് ചോദിക്കുക, അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂന വതൽഹഖൂൻ, ഈ പരിശുദ്ധ ഖുർആനിന്റെ വർത്തമാനം കേട്ട് നിങ്ങൾ ചിരിക്കുകയും അത്ഭുതപ്പെട്ടു പോവുകയും ചെയ്യുകയാണില്ലേ, നിങ്ങൾ കരയുന്നില്ല അല്ലേ? എന്നാൽ അൻതും സാമിദൂൻ, ജനങ്ങളെ നിങ്ങൾ അശ്രദ്ധവാന്മാരാണ്. വളരെ ഗൗരവമുള്ളതാണിത്. ഇന്നഹു ലഖൗലുൻ ഫസ്ൽ, ഇതൊരു നിർണായക വാക്കാണ്. വമാ ഹുവ ബിൽ ഹസ്ൽ, ഇത് നിങ്ങൾക്ക് തമാശ പറയാനുള്ളതല്ല കൂട്ടരെ എന്ന് അല്ലാഹു ഖുർആനിൽ പറയാം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കഴിഞ്ഞുപോയ മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ച് അല്ലാഹു പറയാം, ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുർരിയ്യതി ആദമ വമിമ്മൻ ഹമൽനാ മഅ നൂഹിൻ വമിൻ ദുർരിയ്യതി ഇബ്രാഹീമ വഇസ്രായീല വമിമ്മൻ ഹദൈനാ വജ്തബൈനാ. അല്ലാഹു അവന്റെ ഖുർആനിൽ പറയുന്ന ഒരു വല്ലാത്ത ഒരു പ്രഖ്യാപനമാണ്. കഴിഞ്ഞുപോയ ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി വരെയുള്ള പ്രവാചകന്മാരും അവരുടെ അനുചരന്മാരും പുണ്യാത്മാക്കളും ആരായിരുന്നു അവരെന്നോ? അള്ളാഹു തെരഞ്ഞെടുത്തവരാണവർ. ആദം സന്തതികളിൽപ്പെട്ട നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പലിൽ യാത്ര ചെയ്ത ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഇസ്രായേലിന്റെ ഒക്കെ സന്താന പരമ്പരകളിൽപ്പെട്ട ആളുകൾ. ഇദാ തുത്ല അലൈഹിം ആയാത്തുർ റഹ്മാൻ, അള്ളാഹുവിന്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ ഖർറൂ സുജ്ജദൻ വബുക്കിയ, അവർ സുജൂദിൽ കരഞ്ഞ് വീണുപോയിക്കൊണ്ടിരിക്കും. ഖർറൂ സുജ്ജദ, അവർ സുജൂദിൽ വീഴും, അവർ കരയും. ആരുടെ സ്വഭാവമാണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മുൻഗാമികളായ പൗരാണികരായ പണ്ഡിതന്മാരുടെ, പ്രവാചകന്മാരുടെ, സലഫുകളുടെ പ്രവണത ഇങ്ങനെയായിരുന്നു. അവർ അള്ളാഹുവിനെ ഭയപ്പെടും, അവർ കരയും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ പലർക്കും അത് ദുർവ്യാഖ്യാനിക്കാനും അതിൽ തമാശ പറയാനും അതിൽ അവരുടേതായ സ്വന്തം വ്യാഖ്യാനങ്ങൾ പറയാനുമുള്ള യാതൊരു മടിയുമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആന്റെ വചനങ്ങൾ കേട്ടാൽ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ അതിൻ്റെതായ സ്വാധീനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ ഒരു മനുഷ്യൻ ഖുർആനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ
അവനിൽ ലഭ്യമാവാനുള്ള നേട്ടങ്ങൾ അവന്റെ ചിന്തയിലെ, അവന്റെ മനസ്സിന്റെ ബാലൻസ് അവന് നിയന്ത്രിക്കാൻ കഴിയും. അവന്റെ ഹൃദയത്തിന് ബാലൻസ് തെറ്റുകയില്ല. അതുപോലെ അവന് അള്ളാഹുവിനെ ഓർത്ത് കരയാൻ കഴിയും. ഒരു തുള്ളി കണ്ണീർ അള്ളാഹിനെ ഓർത്ത് കരഞ്ഞാൽ അവന് നരകമല്ല വിലക്കി, പിന്നെ നരകമില്ല. അതുപോലെ അവന് ഭക്തി വർദ്ധിക്കുന്നു, വിശ്വാസം വർദ്ധിക്കുന്നു, അവന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുന്നു, അവന് സമാധാനമുണ്ടാകുന്നു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മജ്തമാ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ യത്ലൂനൽ കിതാബ വയതദാറസൂനഹു ഫീമാ ബൈനഹും ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന. ഖുർആൻ ആളുകൾ കൃത്യമായി അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂടി, എന്നിട്ട് അതിനെ അവർ ഗ്രഹിക്കുകയാണ്, അത് പഠിക്കുകയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശാന്തിയും സമാധാനവും നൽകുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, ഇമാം ബൈഹഖി പോലെയുള്ള മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, നമ്മൾ ചെയ്യേണ്ടുന്ന പണികൾ ഒന്നെന്താണ്? അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മാ അസാബ മുസ്ലിമൻ ഖത്തു ഹമ്മുൻ വലാ ഹസനുൻ. ഒരു മുസ്ലിമിനും ഒരു പ്രയാസങ്ങളും സംഭവിക്കുകയില്ല. എന്തെങ്കിലും പ്രയാസങ്ങൾ സംഭവിച്ചാൽ അവന് ഇല്ല, ഞാൻ ജിസാനിൽ നിന്നാണ്, ജിസാൻ ജാലിയാത്തിൽ നിന്നാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു മുസ്ലിമിന് വല്ല വിപത്തും എത്തിയാൽ അവൻ പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്, വബ്നു അബ്ദിക, ഞാൻ നിന്റെ അടിമയുടെ മകനാണ് റബ്ബേ, വബ്നു അമതിക, ഞാൻ നിന്റെ അടിമ സ്ത്രീയുടെ മോനാണ് റബ്ബേ, നാസിയതി ബിയദിക, എന്റെ മൂർധാവ് നിന്റെ കയ്യിലാണ് റബ്ബേ എന്ന് പറഞ്ഞാൽ എന്റെ എല്ലാം നിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് റബ്ബേ. മാലിം ഫിയ ഹുക്മുക അദ്ലും ഫിയ ഖലാഉക, നിന്റെ എല്ലാ ഹുക്മുകളും വിധികളും നിന്റെ എല്ലാ ഖലാഉകളും എല്ലാം എന്നിൽ അരങ്ങേറുന്നു റബ്ബേ. ഇങ്ങനെയുള്ള ഒരടിമയാണ് ഞാൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, നിനക്കുള്ള എല്ലാ പേരുകളും മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ. എങ്ങനെയുള്ള പേരുകളാണ്? സമ്മൈത ബിഹി നഫ്സക, നിനക്ക് ആ പേരുകളെല്ലാം നീ വെച്ചിരിക്കുന്നു. ഔ അൻസൽതഹു ഫീ കിതാബിക, അല്ലെങ്കിൽ നിന്റെ ഏതെല്ലാം ഗ്രന്ഥങ്ങളിലാണോ നിനക്കുള്ള പേരുകൾ നീ വെച്ചിട്ടുള്ളത്, ആ പേരുകളെല്ലാം മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികൾക്ക് ആർക്കൊക്കെയാ നിന്റെ പേരുകൾ നീ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ പേരുകളെല്ലാം മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ. അതുപോലെ നിന്റെ ഗൈബിയായ അറിവിൽ നിന്റെ ഒരു ഗ്രന്ഥത്തിലും നീ വിവരിക്കാത്ത, നിന്റെ ഒരു നബിമാർക്കും ഒരു മുർസലുകൾക്കും നീ പറഞ്ഞു കൊടുക്കാത്ത, നിന്റെ ഗൈബിയായ അറിവിൽ നിനക്ക് മാത്രം അറിയുന്ന നിന്റെ നാമങ്ങൾ എന്തൊക്കെയുണ്ടോ ആ നാമങ്ങളെല്ലാം മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ. അൻതജ്അലൽ ഖുർആന റബിയ ഖൽബി, പരിശുദ്ധ ഖുർആൻ എന്റെ ഹൃദയത്തിന് നീ വസന്തമാക്കണം റബ്ബേ. വജലാഅ ഹുസ്നി വദഹാബ
ഹമ്മി വഗമ്മി. എന്റെ മനോവേദനകളും എന്റെ പരിഭ്രമവും എന്റെ മാനസികാസ്വസ്ഥതയും എല്ലാം എന്റെ മനസ്സിൽ നിന്ന് നീക്കിക്കളയുന്ന, എന്റെ ഹൃദയത്തിന് വസന്തമാകുന്ന ഖുർആനായി എനിക്ക് നീ ഖുർആനിനെ നൽകണം തമ്പുരാനെ എന്ന് പറഞ്ഞ് ആരെങ്കിലും മാനസിക വിഷമം ഉള്ള സമയത്ത് പ്രാർത്ഥിച്ചാൽ, ഇല്ല അദ്ഹബല്ലാഹു അൻഹു ഹമ്മഹു, അവന്റെ മനോവേദന അല്ലാഹു തആല നീക്കിക്കളയുക തന്നെ ചെയ്യും. മാത്രമല്ല വഅബ്ദലഹു മകാന ഹമ്മിഹി ഫറഹ, അവന്റെ വിഷമത്തിന് ബദൽ അല്ലാഹു അവന് സന്തോഷം നൽകുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. നോക്കുണെങ്കിൽ അപ്പോൾ ഖുർആനിനെ നമ്മൾ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമായി, നമ്മുടെ കരളിന്റെ കഷ്ണമായി, നമ്മുടെ മനസ്സിന് ഒരു വികാരമായി ഖുർആനിനെ നമുക്ക് കാണാൻ കഴിയണം. നമ്മൾ നാട്ടിൽ പോകുന്ന സന്ദർഭത്തിൽ എയർപോർട്ടിൽ നമ്മുടെ പൊന്നോമനകൾ നമ്മളുടെ അരികിൽ ഓടിയെത്താറുണ്ട്. ആ ഓടിയെത്തുന്ന സമയത്ത് നമ്മുടെ ആ മക്കളെ വാരിയെടുത്ത് നമ്മൾ ആഘോഷിക്കാറുണ്ട്. നമ്മുടെ മനസ്സിന്റെ സന്തോഷം കൊണ്ട് നമ്മളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാറുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു വേദിയിലെത്തുമ്പോൾ അൽഹംദുലില്ലാഹ് എന്റെ സ്വർഗീയ ലോകത്തേക്ക് കടന്നു പോവാനുള്ള സുന്ദരമായ ഒരു പാതയിലേക്ക് ഞാൻ എത്തി, ഇൻഷാ അല്ലാഹ് എനിക്ക് സ്വർഗം ഉറപ്പാണ്, ഞാൻ ഈ സ്വർഗത്തിലേക്കുള്ള പിടിവള്ളി. റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹു മനുഷ്യന് ഈ ഭൗതികതയുടെ ആഴക്കടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇട്ടുകൊടുത്ത ഒരു ഹബിലുള്ളയാണ് ഖുർആൻ. ഖുർആൻ ഒരു കയറാണ്. നമുക്ക് ഈ കയറിൽ പിടിച്ചാൽ വലിയ ഒരു ആഴക്കടലിൽ മുങ്ങിപ്പൊങ്ങുന്നവൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കപ്പലിന്റെ മുകളിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പൽ വലിയ കാറ്റും കോളിലും പെട്ട് കപ്പലിന്റെ മുകളിൽ നിന്ന് നമ്മൾ ആഴക്കടലിലേക്ക് വീഴുന്ന സമയത്ത് ഒരാൾ കപ്പലിന്റെ മുകളിൽ നിന്ന് ഒരു കയറിങ്ങോട്ട് ഇറക്കിക്കൊണ്ടുവരുമ്പോ ആ കയറിങ്ങനെ വെള്ളം കുടിച്ച് കണ്ണുരുട്ടി ശ്വാസം മുട്ടുന്ന സന്ദർഭത്തിൽ ആ കയറിങ്ങനെ നമ്മുടെ അരികിലേക്ക് മുകളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി, അതിന്റെ പ്രതീക്ഷയും അതിലെ സന്തോഷവും നമുക്ക് വിവരിക്കാൻ കഴിയാത്തതാണ്. അതുപോലെയാവണം ഒരു പരലോക വിശ്വാസിയെ സംബന്ധിച്ച്, ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം അവൻ അതൊരു വല്ലാത്ത ഒരു സമാധാനം നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരവസ്ഥയിലാവണം. ആവാൻ വേണ്ടി റസൂലുള്ളാഹി ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം. റസൂലുള്ളാഹി പറയാണ്, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാലിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖളാഉക വഅസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅ്തർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക അൻ തജ്അലൽ ഖുർആന റബിയ ഖൽബി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി വഗമ്മി. ഇതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പോ ഇവിടെ ഈ പ്രാർത്ഥനയിൽ മറ്റൊരു കാര്യം കൂടെ വ്യക്തമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, അള്ളാഹ്ക്ക് സിഫത്ത് 41 സിഫത്താണ് എന്ന് പറയാറുണ്ട്. ഇത് ഇവിടെ കൃത്യമായി
തിരുത്തുകയാണ് ആ ധാരണ. എന്താണ്? അള്ളാഹുവിന്റെ 41 സിഫത്തേ ഉള്ളൂ. പിന്നെ ഇവിടെ എനിക്കിത് പേസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനം ഇവിടെ ഇല്ല. ഞാനൊരു സാധാ സിസ്റ്റത്തിലാണ്. അത് എന്താ പറയാ, ലാപ്ടോപ്പിൽ ഉപയോഗിക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കയറ്റിവിടാൻ പറ്റും. ഇതൊക്കെ അത് പറ്റാത്തതുകൊണ്ട് ഇതില് പേസ്റ്റ് ചെയ്യാൻ മാർഗമില്ല. ആരെങ്കിലും മക്തബ് ഷാമിലുള്ള ആളുകൾ ഈ പറഞ്ഞതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ സൗകര്യമായിരിക്കും. പിന്നെ അപ്പൊ ഇതിലുള്ള ഒരു വിഷയം എന്താന്ന് വെച്ചാല്, അള്ളാന്റെ പേര് അള്ളാന്റെ സിഫത്ത് 41 നാട്ടിൽ പറയാറുള്ളത്. എന്നാൽ കൃത്യമായിട്ട് അള്ള പറയുന്നത് അള്ളാന്റെ വൈബിയായ അറിവിൽ എന്തൊക്കെയാണോ പേരുകളിലെങ്കിൽ അതെല്ലാം മുൻനിർത്തി ചോദിക്കുന്നു. അപ്പൊ മനുഷ്യന് അറിയാത്ത ഒരുപാട് പേരുകൾ അള്ളാഹുവിനുണ്ട്. അള്ളാന്റെ പേര് സിഫത്ത് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടും ഒന്നാണ് എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മദ്രസിലെ അഖീദ എന്ന് പറയുന്ന പുസ്തകത്തിൽ 41 സിഫത്ത് എന്ന് പറയുന്ന പരിപാടി വെട്ടിക്കളയണം എന്നുള്ളത് ഖുർആന്റെ അല്ലെങ്കിൽ റസൂലുള്ളാഹിയുടെ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായ? അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഹൃദയത്തിന് ഇതൊരു വസന്തമാവണം. ഇതാണ് പറയാനുള്ളത്. അപ്പോ ഖുർആൻ ഒരാൾക്ക് ആ ഖുർആൻ നല്ല രൂപത്തിൽ കാണാൻ കഴിയുകയാണെങ്കിൽ, ഇപ്പൊ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൊക്കെ പറഞ്ഞു തരും, അന ജന്നതി വ ബുസ്താനി ഫീ സദ്രി അന്നാ റഹ്തു ഫഹിയമായി. എന്താ പറയുന്നത്? അന ജന്നതി വ ബുസ്താനി ഫീ സദ്രി അന്നാ റഹ്തു ഫഹിയമായി. എന്റെ പാർക്കും എന്റെ പൂങ്കാവനവും എന്റെ നെഞ്ചിലുണ്ട്. ഞാൻ എവിടെ പോയാലും അതെന്നോട് കൂടെ ഉണ്ട്. മനസ്സിലായില്ലേ? ഞാൻ എവിടെ പോയാലും അത് എന്നോട് കൂടെയുണ്ട്. എന്റെ പൂങ്കാവനം, എന്റെ നമ്മളെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോ മക്കൾ പറയും, നമുക്ക് ഒന്ന് പാർക്കിൽ പോവാം, ഒന്ന് ഫ്രീ ആവാം, ഒന്ന് റിലാക്സിന് വേണ്ടി പുറത്തു പോവാം. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിന്റെ പൂങ്കാവനമാണ് ഖുർആൻ. അപ്പൊ പിന്നെ എവിടെ ഇരുന്നാലും അവന് സന്തോഷമാണ്. അതാണ് ശൈഖുൽ ഇസ്ലാം പറഞ്ഞത്, എന്റെ പൂങ്കാവനവും എന്റെ സന്തോഷ പ്രകടനങ്ങൾക്ക് അവസരം ലഭ്യമാകുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ എന്റെ കൽബിലുണ്ട്. ഞാൻ എവിടെയാണെങ്കിലും അതെന്റെ കൂടെ ഉണ്ട്. പിന്നെ മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലദീ ലൈസ ഫീ ഖൽബിഹി ലൈസ ഫീ ജൗഫി ശൈഉൻ മിനൽ ഖുർആൻ കൽ ബൈത്തുൽ ഖരീബ്. ഹൃദയത്തിൽ ഖുർആൻ ഇല്ലാത്ത ആളുകൾ ആൾതാമസമില്ലാത്ത വീട് പോലെയാണെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ആൾതാമസമില്ലാത്ത വീടാണെങ്കിൽ അവിടെ സാമൂഹ്യ ദ്രോഹികൾക്ക് വിളയാട്ടം നടത്താനുള്ള ഒരു ആവാസ കേന്ദ്രമാവാം, വിഷജന്തുക്കൾ ഉണ്ടാവാം, പലതുമുണ്ടാവാം. ചിലപ്പോൾ ആ വീട് തലക്ക് മീതെ തകർന്നു വീഴുകയും ചെയ്യാം. ഇതിനൊക്കെ സാധ്യതയുള്ള ഒരവസ്ഥയാണ് ആൾതാമസമില്ലാത്ത വീട്ടിൽ. അതുപോലെയാണ് ഖുർആൻ മനസ്സിലില്ലാത്ത മനുഷ്യന്റെ ഹൃദയമെന്ന് റസൂലുള്ളാഹി പറയാം. അപ്പൊ പിന്നെ പലർക്കും ഇത് കാണാപ്പാഠം പഠിക്കുന്നത് വലിയ പ്രയാസാണ്, വലിയ കാര്യമാണ് എന്നൊക്കെ തോന്നാറുണ്ട്. ഇല്ല, ഇത് ഖുർആനിനോടുള്ള ഹുബ്ബ് മനുഷ്യന്റെ മനസ്സിൽ കൂടുതലുണ്ടായാൽ അവൻ അതൊരു ഭാരമാവൂല. പണ്ട് കാലങ്ങളിലൊക്കെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പ്രവാസികൾക്ക് ഫോൺ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ മൊബൈൽ സംവിധാനം ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നൊക്കെ പ്രവാസികൾ വീട്ടിലേക്ക് കുട്ടികൾക്കും ഭാര്യക്കും കത്തെഴുതാൻ വേണ്ടിയിരിക്കും.
ഓരോരുത്തർക്കും ഓരോ ലെറ്റർ എഴുതിയാലാണ് അവർക്കൊക്കെ ഇഷ്ടമാവുക. മാത്രമല്ല മറുപടിയും അവരെല്ലാവരും ഓരോ ലെറ്റർ അയക്കണം. അപ്പൊ ഭാര്യയ്ക്ക് ലെറ്റർ എഴുതും, ഒരു 50 പേജ് വേണമെങ്കിൽ അവന് എഴുതാം, ഒരു പണിയില്ല. അങ്ങനെ ഇരുന്ന് ഇതൊരു മടുപ്പില്ലാതെ എഴുതും. അല്ലെങ്കിൽ 100 പേജ് വേണോ അത്രയും എഴുതും. അങ്ങനെ കുടുംബങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ ലെറ്റർ മണിക്കൂറുകളോളം ഇരുന്ന് എഴുതുമായിരുന്നു. ഒരു പണി ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സന്ദർഭത്തിൽ അവനോട് വേറെ ഏതെങ്കിലും ഒന്ന് എഴുതാൻ പറയാം. ഖുർആനിന്റെ ഒരു പേജ് എഴുതിട്ടോ എന്ന് പറഞ്ഞാല് മൂപ്പരത് എഴുതി കഴിയുമ്പോഴേക്ക് വേർക്കും, എടങ്ങാറാവും, ചടച്ച് ക്ഷീണാവും. അതെന്താ, അവൻ അവിടെ ഉള്ള ആ വ്യക്തിയോടുള്ള ആഗ്രഹവും താല്പര്യവുമാണ് അവനെ അധ്വാനിപ്പിക്കുന്നത്. എന്നാൽ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം അതിനോട് ആഗ്രഹവും അതിനോട് സ്നേഹവും ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ അവന് എപ്പോഴും അത് പോയി പഠിക്കും. അല്ലെങ്കിൽ അത് അത്യാവശ്യമായിട്ട് കിട്ടണം എന്ന് അവന് തോന്നിയാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാന് ഈയിടെയായി ഒരു ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെടേണ്ടി വന്നു. അവിടെ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അപ്പൊ നോക്കുമ്പോ ഡ്രൈവിംഗ് സ്കൂളിൽ കമ്പ്യൂട്ടർ ടെസ്റ്റില് പാസ്സാവാൻ വേണ്ടി ആളുകള് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് കൊടുത്ത മാർഗരേഖയുടെ പേപ്പർ, അതിന്റെ പുസ്തകം വായിച്ച് വളരെ വളരെ അധ്വാനിച്ച് എത്ര പ്രായമായാലും ശരി മൂപ്പര് പഠിക്കന്നെ ഇരുന്ന് പഠിച്ച് ചൊല്ലി പഠിച്ച് ആ കമ്പ്യൂട്ടർ ടെസ്റ്റിൽ മൂപ്പര് സുഖമായിട്ട് പാസ്സാകണം. വയസ്സായി ഇനി പഠിച്ചിട്ട് കാര്യമില്ല, പഠിയില്ല, ഒന്നുമില്ല. എത്ര പ്രായമുള്ളവരും അത് പഠിക്കുക. കാരണം എന്താ വെച്ചാൽ മൂപ്പർക്ക് അടിയന്തരമായിട്ട് ഒരു വണ്ടി ഓടിക്കേണ്ട ഒരു സാഹചര്യം എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വന്ന് ഇറങ്ങിയിരിക്കാണ്, ഡ്രൈവറായി വന്നിരിക്കുകയാണ്, പെട്ടെന്ന് ലൈസൻസ് എടുക്കണം. പിന്നെ പഠിക്കാണ്. ശരിക്കും പറഞ്ഞാല് ആ ഒരു മൈൻഡെങ്കിലും ഖുർആനോട് മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ അവന് ഖുർആൻ 30 ജുസും അവന് പെട്ടെന്ന് അവന് പഠിക്കാൻ കഴിയും. എന്താണ്, ഇവിടെ ഒരു ഡ്രൈവർ ആവാൻ വേണ്ടി അവന് എത്ര ധൃതി കൂട്ടി പഠിക്കേണ്ടത് പഠിച്ചു. പരലോകത്ത് അന്ത്യമില്ലാത്ത കാലത്തോളം സ്വർഗത്തിൽ കിടക്കണം, അതുപോലെ അള്ളാഹുവിന്റെ ഭീകരമായ ശിക്ഷ സംഹാര നൃത്തമാടുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ആ ഒരു ബോധം മനുഷ്യന് ഉണ്ടായാൽ ഇതിലേറെ ശക്തമായി അവൻ പഠിക്കും. മാത്രമല്ല പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അറബി ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എത്ര അക്ഷരമുണ്ടെന്ന് പോലും അറബിയിൽ പരിചയമില്ലാത്തത് കൊണ്ട് അറിയാത്തവരാണ് മലയാളി ഭൂരിഭാഗം. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ എത്ര അക്ഷരമുണ്ട് അറിയാത്ത അവസ്ഥ. അത്രയും അറബിയോട് പരിജ്ഞാനമില്ലാത്തവർ ഇവിടെ വന്നു നോക്കുമ്പോഴല്ലേ നമ്മള് 10 കൊല്ലം കിതാബോതി 11 വർഷം മുദരിസായി ജോലി ചെയ്ത്, മാത്രമല്ല പിന്നീട് അറബിക് കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്ത്, അതൊക്കെ കഴിഞ്ഞ് സൗദി അറേബ്യയിൽ വന്നു നോക്കുമ്പോ ഈ നാട്ടില് തെക്കോട്ടും വടക്കോട്ടും നടന്നിരുന്ന അഹമ്മദ് കുട്ടിയും അബ്ദുൽ ഖാദറും ഇവിടെ വന്ന് അറബി പറയുന്നത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി നമ്മളൊക്കെ. അവരുടെ ആ ഒരു അറബി സംസാരത്തിന്റെ സ്പീഡും അവരുടെ അറബി കേൾക്കുമ്പോഴുള്ള അവരുടെ ഗ്രാഹ്യതയും എത്രമാത്രം, എത്ര വേർഡ് അറബി അവർ പഠിച്ചു എന്ന് ചോദിച്ചാൽ അറബിയിൽ എത്ര വേർഡ് അറിയാം എന്ന് ചോദിച്ചാൽ അത് അറിയില്ല. എത്ര വേർഡാണ് നമുക്ക് കാണാതെ അറിയാന്നറിയില്ല. അപ്പോൾ അവന് എണ്ണി തീർക്കാൻ കഴിയാത്ത അത്ര അറബി വേർഡ് ഒരു പ്രവാസ ജീവിതത്തിൽ അവന് പഠിച്ചെങ്കിൽ പരിശുദ്ധ ഖുർആന് ഈ അറബി വേർഡുകളാണ്. ഈ അറബി വേർഡുകൾ എല്ലാം വരിവരിയായിട്ടാണ് വെച്ചാൽ അതാണ് ഖുർആൻ. അങ്ങനെയാണല്ലോ. അപ്പൊ അത് പഠിക്കാൻ ഒരു പ്രയാസവുമില്ല. അതിനോട് താല്പര്യം വേണം എന്ന് മാത്രം. അല്ലെങ്കിലോ ഇഷ്ടല്ലെങ്കിൽ അത് എങ്ങനെയായാലും പഠിച്ചാൽ പഠിയില്ല. അതിനെ കാണുമ്പോൾ സന്തോഷം വേണം. ഒരു ഖുർആൻ കാണുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാവണം. അതുപോലെ കൂടുതലും സമയം
ആ ഖുർആനിനോടുകൂടെ ചെലവഴിക്കാനുള്ള മനസ്സ് അവന് വേണം. ഖുർആൻ പള്ളിയിൽ ചെല്ലാണ്, നമസ്കാരത്തിന് എത്തിയിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ തൊട്ട് മുമ്പിൽ ഖുർആൻ ഓതുന്നവർക്ക് ഓതാനുള്ള സൗകര്യത്തിന് ഖുർആൻ വെച്ചിട്ടുണ്ടാവും. ഖുർആൻ അവിടെ ഉണ്ട്, മൂപ്പരെന്ത് ചെയ്യും, മൊബൈലുമേ കളിക്കും. മൊബൈൽ ഇങ്ങനെ നോക്കിയിട്ട് അവിടെ വന്ന മെസ്സേജുകളും അവിടെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പള്ളിയിലും ഫേസ്ബുക്കും തുറന്ന് കുത്തിരിക്കലാ പല ആളുകളും. എന്നാലും ഖുർആന്റെ അടുത്ത് മൂപ്പര് പോവില്ല, ഖുർആൻ പറ്റ മുഖത്തേക്ക് നോക്കി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോ ഖുർആനെ കാണുമ്പോ അതൊന്ന് എടുത്തു നോക്കണമെന്നൊരു ആഗ്രഹം, അതൊന്ന് ഓതി നോക്കണമെന്നുള്ളൊരു ആഗ്രഹം. അതുപോലെ എപ്പോഴും ഖുർആൻ ഇല്ലാത്തൊരു ജീവിതം, ഖുർആൻ ക്ലാസ് കേൾക്കാത്തൊരു ജീവിതം ഒരു മനുഷ്യനുണ്ടായാല് അവന് എത്രയും പെട്ടെന്ന് ഖുർആൻ ക്ലാസ് ഒന്ന് കേൾക്കണം, കുറെ ദിവസമായി കേട്ടിട്ട് എന്ന ഒരു ചിന്ത അവന്റെ മനസ്സിൽ ഉണ്ടായിത്തീരുക. ഇതൊക്കെ ഖുർആനിനോടുള്ള ഹുബ്ബിന്റെ, സ്നേഹത്തിന്റെ ലക്ഷണമാണ്. അതുണ്ടെങ്കിൽ അവനത് പഠിക്കാനും കഴിയും. മാത്രവുമല്ല, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം ടെൻഷനുകൾ, എന്തൊക്കെയുണ്ടോ അതിനെല്ലാം പരിഹാരം ഈ ഖുർആൻ മാത്രമാണ്. ലോകത്ത് ഏറ്റവും വലിയ പ്രയാസം എന്താ? നമുക്ക് പലർക്കും പലതും പറയാനുണ്ടാവും. എന്നാൽ അള്ളാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞത്, ജനങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രയാസം അന്ത്യനാളിന്റെ ഭീകരതയാണ്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിയത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറന്നാസ സുകാറാ വമാ ഹും ബിസുകാറാ. ജനങ്ങളെ, അന്ത്യനാളിന്റെ ഭീകരത ഭയാനകമാണ്. സൂര്യനും ചന്ദ്രനും പർവ്വതങ്ങളും നക്ഷത്രങ്ങളും ഒന്നടങ്കം കൂട്ടിയിടിക്കപ്പെടുന്ന ഭീകരമായ സന്ദർഭത്തിൽ ഗർഭിണികളായ സഹോദരിമാർ മാസം തികയാതെ പ്രസവിക്കും. അള്ളാഹു പറയുകയാണ്, തലൗ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ജനങ്ങൾ മത്തുപിടിച്ചതുപോലെ ഉണ്ടാകും. ആ സന്ദർഭത്തിൽ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക. ജനങ്ങളെ, മനുഷ്യനെ അള്ളാഹുവിലേക്ക് നയിക്കുകയാണ് ഖുർആൻ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന്റെ വിശ്വാസത്തിന്റെ, ഈമാനിന്റെ പ്രകാശ ഗോപുരത്തിൽ നിങ്ങൾ സുരക്ഷിതരായി കഴിയുക എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഖുർആനിന് മനുഷ്യനോടുള്ള അള്ളാഹുവിന്റെ ഒരു ദയ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പരിശുദ്ധ ഖുർആനിലെ മക്ക കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാല് നമുക്കതിൽ കാണാൻ കഴിയുക, മക്ക കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ് എന്ന് പറയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ജനങ്ങളെ, 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 മുസ്ലിങ്ങളെ, മുസ്ലിങ്ങളെ എന്ന് പറഞ്ഞിട്ടല്ല. വളരെ അപൂർവം, വിരലിൽ എണ്ണാവുന്ന 4-5 സ്ഥലങ്ങളിലാണ് യാ അയ്യുഹല്ലദീന ആമനു പറഞ്ഞത്. ബാക്കിയൊക്കെ യാ അയ്യുഹന്നാസ് എന്നാണ് അല്ലാഹു പറഞ്ഞത്. അതായത് മുശ്രിക്കിനെ, മുസ്ലിം എല്ലാവരെയും അല്ലാഹു പരിഗണിക്കുകയാണ്. എന്നിട്ട് മദീനയിലെത്തിയതിന് ശേഷമാണ് റസൂലുള്ളാഹിക്ക് മദീനയിൽ അവതരിപ്പിച്ച, അല്ലെങ്കിൽ ഹിജ്റക്ക് ശേഷം അവതരിപ്പിച്ച ആയത്തുകളിലാണ് യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ തുടങ്ങിയത്. അതായത് മദീനയിലെത്തിയതിന് ശേഷം യാ അയ്യുഹന്നാസ് എന്ന് ഖുർആനിൽ ഏകദേശം 7 സ്ഥലത്താണ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അപ്പോ മദീനയിലെത്തുമ്പോ പ്രബോധനം എല്ലായിടത്തേക്കും എത്തിയിട്ടുണ്ട്, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും സത്യത്തിലേക്ക് വരാത്ത ആളുകൾക്ക് ഒരു അവഗണന സ്വാഭാവികമായും നീതിയാണ് അവർ അവഗണിക്കപ്പെടുക എന്നുള്ളത്. അതാണ് പിന്നീട് നടന്നത്. എങ്കിലും മക്കയിലെ പ്രവാചകന്റെ ഒരു പതിറ്റാണ്ട് കാലത്തെ പ്രബോധനത്തിൽ യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. മാത്രമല്ല അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, അവരുടെ വേദക്കാരുടെ പെൺമക്കളെ നിങ്ങൾ വിവാഹം ചെയ്തോളൂ. അത്ര വരെ
അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവരുമായി സഹകരിക്കാൻ, അവർക്ക് മാർഗദർശനം എത്താനുള്ള വഴി ഒരുക്കാൻ വേണ്ടി അല്ലാഹു തആല ഖുർആനിലൂടെ നിർദ്ദേശങ്ങൾ നൽകി. അപ്പോ സഹിഷ്ണുതയുടെ, മറ്റുള്ളവരുടെ പ്രതിപക്ഷ ബഹുമാനത്തിന്റെ ഒരു വല്ലാത്ത പ്രകടനം നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. അതുപോലെ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഖുർആൻ പഠിക്കുന്നു, അല്ലെങ്കിൽ ഖുർആൻ വായിക്കുന്നു, ഖുർആന്റെ ആളുകളാകുന്നു. ഇതിൽ നമ്മളിൽ ഉണ്ടാവേണ്ട അദബ്, മര്യാദ നാം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, യാ ഹമലത്തുൽ ഖുർആൻ, ഓ ഖുർആനിന്റെ ആളുകളെ, യഅമലു ബി, ഇതുകൊണ്ട് നിങ്ങൾ പഠിച്ചത് കൊണ്ട് നിങ്ങൾ അമൽ ചെയ്യണം. എന്നിട്ടോ ഫഇന്നമൽ ആലിമു മൻ അമില ബിമാ അലിമ, പണ്ഡിതൻ എന്ന് പറഞ്ഞാല് അവൻ പഠിച്ചത് പ്രവർത്തിക്കുന്നവനാണ്. വസയകൂനു അഖ്വാമുൻ, ഒരു വിഭാഗം ജനങ്ങൾ വരാൻ പോകുന്നു. യഹ്മിലൂനൽ ഇൽമ, അവർ അറിവ് പഠിക്കും. ലാ യുജാവിഹു തറാഖിയഹും, അത് അവരുടെ തൊണ്ടക്കുഴിയിലേക്ക് അത് ഇറങ്ങില്ല, കൽബിക്ക് ഇറങ്ങൂല. യുഖാലിഫു അമലുഹും ഇൽമഹും, അവരുടെ പ്രവൃത്തി അവരുടെ അറിവിന് എതിരാവും. വതുഖാലിഫു സരീറത്തുഹും അലാനിയത്തുഹും, അവരുടെ രഹസ്യങ്ങൾ അവരുടെ പരസ്യങ്ങളോട് എതിരാകും. യജ്ലിസൂന ഹിലഖ, അവർ ഓരോ ഹൽക്കകളായി അല്ലെങ്കിൽ ഗ്രൂപ്പുകളായിരിക്കും. യുബാഹി ബാലുഹും ബഅല, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പവറടിക്കും. ഹത്ത ഇന്ന റജുല, എത്രമാത്രം ഒരു മനുഷ്യൻ, ലാ യഗ്ളബു അലാ ജലീസിഹി, അവന്റെ കൂട്ടുകാരനോട് അവൻ ദേഷ്യപ്പെടും. അൻ യജ്ലിസ ഇലാ ഗൈരിഹി, അവനോടുകൂടെ അല്ലാതെ വേറുള്ളവരോട് കൂടെ ഇരിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ വയദ്ഉഹു ഉലൈക, അവരെ അവൻ വിളിക്കും. എന്നിട്ട് പറയാണ് ലാ തസ്അദ് അമാലിഹിം ഫീ മജാലിസിഹിം തിൽക ഇലല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇവിടെ പറയുന്നത് സ്വന്തം കൂട്ടുകാരൻ വേറെ ഒരു സദസ്സ് പോയിരുന്നാൽ ഇവർക്ക് ദേഷ്യം. എന്തിനാണ് അങ്ങോട്ട് പോയത്? എന്തിനാണ് അത് കേൾക്കാൻ പോയത്? അത് കേൾക്കാൻ പാടില്ല, അങ്ങോട്ട് പോവാൻ പാടില്ല, ഞങ്ങൾ പറയുന്നിടത്ത് ഇവിടെ നിന്നാ മതി എന്നൊക്കെ പറയുന്ന അവസ്ഥ അവരിൽ ഉണ്ടാകും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇവരതേ പറയൽ ഉലൈക ലാ തസ്അദു അമാലിഹിം ഫീ മജാലിസിഹിം തിൽക ഇലല്ലാഹ്, അവരുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടില്ല, അവർ പരാജിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അത്ബിയാൻ ഫി ആദാബി ഹമലത്തുൽ ഖുർആൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസ്, യാ മഅശറൽ ഖുറാ, ഓ ഖുർആനിന്റെ ആളുകളെ, ഓത്തുകാരെ, ഇസ്തഖീമു, നിങ്ങൾ നല്ല നിലക്ക് നടക്കണം. ഫഖദ് സബഖ്തും സബ്ഖൻ ബഈദാ, നിങ്ങൾ വളരെ 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 മുന്നിലാണ്. നിങ്ങൾ ഫഇൻ അഖൽതും യമീനൻ വശിമാലാ, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തെറ്റിയാൽ ലഖദ് വലൽതും വലാലം ബഈദാ, നിങ്ങൾ വളരെ 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 വിദൂരമായ വലാലത്തിൽ നിങ്ങൾ ചെന്നുപെടും. വളരെ ഗൗരവത്തോടെ ഖുർആനിന്റെ ആളുകളോട് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നമ്മുടെ മാതാവ് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെടുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തെക്കുറിച്ച്. അവിടുന്ന് മറുപടി പറയുകയാണ്, കാന ഹുൽഖുൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം ഖുർആനാണ്. എന്താണ് പ്രവാചകൻ ഖുർആൻ സ്വഭാവമായപ്പോ ഉണ്ടായത്? ഖുർആനിന്റെ തൃപ്തിക്ക് നബിയും തൃപ്തി അടയും, ഖുർആനിന്റെ ദേഷ്യത്തിന് റസൂലുള്ളയും ദേഷ്യം പിടിക്കും.
ഇതാണ് റസൂലുള്ളാഹി ചെയ്തത്, അതാണ് പണ്ഡിതന്മാർ ചെയ്യേണ്ടത്, അതാണ് ഖുർആനിന്റെ വക്താക്കൾ ചെയ്യേണ്ടത്. പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഓ പണ്ഡിതരെ, ഫഖദ് സബഖ്തും സബ്ഖൻ ബഈദാ, നിങ്ങൾ എല്ലാവരെക്കാളും വളരെ മുന്നിലാണ്, നിങ്ങൾ സ്വർഗത്തിലേക്ക് നിങ്ങൾ വളരെ അടുത്താണ്. നിങ്ങൾ ഫഇൻ അഖൽതും യമീനം വശിമാല, നിങ്ങൾ നേരെ പോവാതെ ഇടത്തോട്ടോ വലത്തോട്ടോ നിങ്ങളെങ്ങാനും തിരിഞ്ഞാൽ ലഖദ് ലലൽതും ലലാലൻ ബഈദാ, നിങ്ങൾ വളരെ വളരെ വിദൂരമായ ലലാലത്തിൽ നിങ്ങൾ എത്തിപ്പെടും. അത് വർത്തമാനകാല സാഹചര്യങ്ങൾ നമുക്ക് വായിച്ചു തരുന്നത് അത് തന്നെയാണ്. മറിച്ച് പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാവേണ്ടത്, ഖുർആൻ ദേഷ്യപ്പെടുന്നിടത്ത് അവർ ദേഷ്യപ്പെടും, ഖുർആൻ ഇഷ്ടപ്പെടുന്നത് അവർ ഇഷ്ടപ്പെടും. അള്ളാന്റെ ഹബീബിന്റെ സ്വഭാവം അതാണ്. ആ സ്വഭാവം പകർത്താനാണ് നമ്മൾ ബാധ്യസ്ഥരായിട്ടുള്ളത്. അങ്ങനെയാണ് ഹമലത്തുൽ ഖുർആൻ. നമുക്കവരെ നമുക്കുള്ള ഭൂമിയിലെ ഒരു തണലായി നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവർ വഴി തെറ്റിയാൽ തെറ്റിയത് തന്നെ അപകടം തന്നെയാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഏറ്റവും ഉന്നതന്മാർ ഖുർആൻ പഠിച്ചവരും പഠിപ്പിക്കുന്നവരുമാണെന്നാണ്. ഉന്നതന്മാർ, അവരെ നമ്മൾ പരിഗണിച്ചേ പറ്റൂ, അവരെ ആദരിച്ചേ പറ്റൂ, ബഹുമാനിച്ചേ പറ്റൂ. ഇത് വളരെ ഗൗരവമായി നമ്മൾ കാണണം. പണ്ഡിതന്മാരെ ബഹുമാനിച്ചേ പറ്റൂ. പ്രമാണിമാർ എന്നുള്ള ഒരു തടസ്സം പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്നിടത്തുണ്ടാവാൻ പാടില്ല. പ്രമാണിമാരെന്ന് പറയുന്ന ആളുകളുടെ അവരുടെ ആധിക്യം കൊണ്ട് ഒരു ധാർമ്മിക മേഖല തകരാൻ പാടില്ല. നിങ്ങൾക്കറിയുമോ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഉഹദിൽ യുദ്ധം നടത്തിയില്ലേ? 70 സഹാബാക്കൾ യുദ്ധത്തിൽ രക്തസാക്ഷികളായില്ലേ? ഈ 70 ആളുകളിൽ പ്രതാപികളുണ്ട്, സമ്പന്നരുണ്ട്, ദരിദ്രരുണ്ട്, പണ്ഡിതരുണ്ട്. അവിടെ എന്താണ് റസൂലുള്ളാഹി മറമാടിയപ്പോൾ ചെയ്ത മുൻഗണന? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കാന യജ്മഉ ബൈന റജുലൈനി മിൻ ഖത്ല വഹദിൻ ഫീ സൗബിൻ വാഹിദ്. റസൂലുള്ളാഹി 2 പേർ മരണപ്പെട്ട ആളുകളെ ഒരു വസ്ത്രത്തിൽ കഫൻ ചെയ്യുമായിരുന്നു. അത്രയും അസൗകര്യമായിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി പറയും, അയ്യും അക്സറു അഖ്ദം ബിൽ ഖുർആൻ, ഇവരിൽ ആരാണ് കൂടുതലും ഖുർആൻ നന്നായിട്ട് അറിയുന്ന ആളാരാ ചോദിക്കും. ഫഇദാ ഉശീറ ലഹു, ഇന്ന സഹാബിയാണ്, ഇന്ന ഷഹീദാണ് കൂടുതലും ഖുർആൻ പഠിച്ചത് എന്ന് നബിക്ക് പറഞ്ഞു കൊടുത്താൽ ഖദ്ദമഹു ഫിൽ ലഹദ്, ഖബറിൽ അദ്ദേഹത്തെ, ആ ഖുർആൻ കൂടുതൽ പഠിച്ച ആളെ ഖബറിൽ റസൂലുള്ളാഹി മുൻഗണന നൽകും അദ്ദേഹത്തിന്റെ മറമാടുന്നതിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ദീൻ പഠിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പരിഗണനയാണ് നൽകിയിട്ടുള്ളത്. റസൂലും അതാണ് നൽകിയിട്ടുള്ളത്. ആ പരിഗണന തകർത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് കേൾക്കുന്നത് പോലെ സക്കരിയാന്റെ സീഡിണ്ടോ അല്ലേ? സക്കരിയാന്റെ സീഡിണ്ടോ? ആ ലെവലിലുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ച് മടിയിലിട്ട് പേര് വെച്ചിട്ടുള്ള യാതി വർത്താനം പറയുന്ന ഈ ശൈലി മുജാഹിദ് പ്രസ്ഥാനത്തിലല്ലാതെ വേറൊരു പാർട്ടിയിലും ഇല്ല എന്നുകൂടെ ഉണർത്തുകയാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. വേറെ പണ്ഡിതന്മാർ പലരുണ്ട്, പക്ഷെ സാധാരണ രീതിയിൽ ചർച്ച കേൾക്കാറുള്ളതാണ് അല്ലേ? എന്നാൽ ഈ സീഡ് ചോദിക്കുന്നവൻ തന്നെ അദ്ദേഹത്തെ നേരിട്ട് കണ്ടാൽ സക്കരിയ എന്തൊക്കെ വർത്താനം സ്വന്തനല്ലേ എന്ന് ചോദിക്കില്ല. അപ്പൊ മൂപ്പരെ നേരിട്ട് കാണുമ്പോൾ പറയും, മൗലവി എപ്പോഴും വന്നു ചോദിക്കും അല്ലേ? കപടന്മാരായിപ്പോ മുജാഹിദുകൾ. മുജാഹിദുകളിൽ നിഫാഖ് കടന്നുകൂടി എന്നല്ലേ ഇതിന്റെ അർത്ഥം? ഇതൊക്കെ ഗൗരവമാണ്. അതവ് നഷ്ടപ്പെട്ടാൽ ഈ സമൂഹത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടും. മനസ്സിലായില്ലേ? അപ്പൊ വളരെ ശ്രദ്ധിക്കണം. അച്ചടക്കമുള്ള
നല്ല പണ്ഡിതന്മാരെ മാത്രമല്ല, വാപ്പാനെയും ഉമ്മാനെയും. അതും തന്നെ വാപ്പാനെയും ഉമ്മാനെയും നമ്മുടെ പ്രായത്തിൽ കൂടുതൽ ഉള്ള ആളുകളെ എല്ലാവരെയും ആദരിക്കുന്ന അതമുള്ള ഒരു സമൂഹമായേ പറ്റൂ. ഇല്ലെങ്കിൽ ബർക്കത്തുണ്ടാവില്ല നമുക്ക്. നമ്മള് എന്താ പറയാ, നൂലറ്റ പട്ടം പോലെ ആയിരിക്കും, എവിടെങ്കിലും പോയി വീഴും. ഒരിക്കലും അത്തരം ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. സംസാരിക്കുന്നിടത്ത് ഞാനൊരിക്കൽ ബൈലക്സിൽ തന്നെ കുഞ്ഞു മുഹമ്മദ് പറപ്പൂര് മൗലവിയുടെ ഒരു സക്കാത്ത് ക്ലാസ് കഴിഞ്ഞിട്ട് ആളുകൾ ചോദ്യം ചോദിക്കുന്നത് കേട്ടു. ഞാൻ ബൈലക്സിൽ ടെക്സ്റ്റ് അടിച്ചു, ജനങ്ങളെ, ഇത് പണ്ഡിതന്മാരെ അപമാനിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുക എന്നുള്ളത് ധിക്കാരമല്ല, ഇത് സലഫിയത്തല്ല, നിർത്തൂ എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് അടിച്ചെടുക്കണ്ടേന്ന്. എവിടുന്നാണ് നമ്മൾ സംസ്കാരം പഠിക്കുന്നത്? ഇത്രയൊക്കെ ഖുർആനും ഹദീസും പഠിച്ചിട്ടും സംസ്കാരം കിട്ടിയില്ലേ മുജാഹിദുകൾക്ക്? അത് അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് സുഹൃത്തുക്കളോട് പറയാനുള്ളത്. അതുപോലെ മഹാനായ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇതാണ്, ഇന്നിപ്പോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തീരുമാനിക്കുക, കൂടിയാലോചിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ആരാണ് വേണ്ടത്? കാര്യങ്ങൾ കൂടിയാലോചിക്കാൻ ആരെ വിളിക്കും? ഏറ്റവും വില്ലനും സൂത്രശാലിയും കുതന്ത്രശാലിയും എല്ലാം അറിയുന്ന വില്ലാളി വീരന്മാരെയാണ് വല്ല വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തീരുമാനിക്കാൻ വേണ്ടി വിളിക്കാറുള്ളത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാൻ അനുഭവപ്പെടുന്നു. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, കാനൽ ഖുറാഉ അസ്ഹാബ മജ്ലിസി ഉമറ വ മുശാവറതിഹി കഹൂലൻ കാനു ഔ ശുബാന. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുശാവറയിൽ പണ്ഡിതന്മാര് ചെറുപ്പക്കാരായാലും വേണ്ടില്ല, പ്രായമുള്ളവരായാലും വേണ്ടില്ല, കുട്ടികളായാലും വേണ്ടില്ല, അവരെ അദ്ദേഹം ആലോചനാ സമിതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാണ്. ഇന്ന് പാണ്ഡിത്യമുള്ള മദീന ജാമിയ ഇസ്ലാമി എന്ന് പുറത്തിറങ്ങിയ ആളാണോ, ഒരു കാരണവശാലും അവനെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ പറ്റൂല കേട്ടോ. അവൻ ചിലപ്പോ സുജൂദെന്ന് ഉയരുമ്പോ കൈ ചുരുട്ടി കുത്തി എണീക്കണം എന്നൊക്കെയാണ് പറയും. പിന്നെ അതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. താടി നല്ലോണം നീട്ടാൻ പറയും, അതും കേൾക്കേണ്ടി വരും. തുണി നെരിയാളുടെ മുകളിലേക്ക് നിർബന്ധമായിട്ട് എടുക്കാൻ പറയും, അതും കേൾക്കേണ്ടി വരും. പിന്നെ ഇങ്ങനെ പുതിയ പുതിയ മസാലയും ഇതൊക്കെ ആയിട്ട് വരും. അപ്പൊ തൽക്കാലം അവനെയാണ് മാറ്റിയിരുത്തി വേറെ ആരെടുത്താലും പാടില്ല. അവിടേക്ക് നമ്മൾ കൗമത്തിരിക്കാം. ഈമുള്ളവരാണ് മുഷാവറക്ക്. സംഘടനയുടെ കൂടി ആലോചനയാണെങ്കിൽ എന്താണെങ്കിലും അറിവുള്ള ആളുകള് തീരുമാനങ്ങൾ എടുക്കുമ്പോ അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ അല്ലേന്ന് അവർക്ക് ശരിക്കും പറയാൻ കഴിയും. മറ്റവനങ്ങനെയല്ല, എങ്ങനെ ആയാലും പാടില്ല, നമ്മളെ പരിപാടിയാണ് നടപ്പായാൽ മതി, അല്ലേ? പരിപാടിയാണ് നടന്നാൽ മതി എന്ന് പറയും. ഇൽമില്ലാത്ത ആളുകൾ, അല്ലാത്തവരാണല്ലോ അത് വേണ്ട. മനസ്സിലായില്ലേ? ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഞങ്ങളെ കരുവാരുകൊണ്ട് സലഫി സെന്ററിന് വേണ്ടി ഞങ്ങള് റിയാദിലൊരു മീറ്റിംഗ് കൂടി. അപ്പോ മീറ്റിംഗ് കൂടിയപ്പോ പലരും ഇങ്ങനെ പറഞ്ഞു, സമസ്തന്റെ ഒക്കെ സ്ഥാപനങ്ങളൊക്കെ എത്ര വലിയ വലിയ സ്ഥാപനങ്ങളാണ്, നമുക്ക് ഇവിടെ കരുവാരൻ്റെ കാര്യമായിട്ട് എന്തെങ്കിലും ഒന്ന് വേണം, ആ വലിയ വലിയ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ നമുക്കൊന്നുമില്ലെങ്കിൽ മോശമാണ്. അപ്പൊ ഉടനെ തന്നെ ആ സദസ്സിലുണ്ടായിരുന്ന കരുവാരകുണ്ടുകാരനായ ഒരു പണ്ഡിതൻ, മദീന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായാളാണ്, മൂപ്പര് പറഞ്ഞ ആ ചിന്ത വേണ്ട, അത് ശരിയാവില്ല, അതിനാണെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ നിർത്തിയാൽ മതി. ഇത് സമസ്തക്കാർക്ക് വലിയ സ്ഥാപനം ഉണ്ടാവുകൊണ്ട് നമുക്കും വേണം അങ്ങനെ എന്ന പരിപാടിയാണ് ഈ വേണ്ട. നമുക്ക് അള്ളാഹിൽ നിന്ന് കൂലിട്ടാൻ വേണ്ടിയിട്ടാണ് പരിപാടിയെങ്കിൽ നമുക്ക് തുടങ്ങാം, ഇല്ലല്ലേ? ഇത് പറയാൻ പ്രമാണിമാരെ കൊണ്ട് കഴിയൂല. പ്രമാണിമാരാണെങ്കിൽ എന്താ പറയുക, അതെ നമ്മൾ ഇനി നോക്കി അറിഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ സ്ഥാപനങ്ങളും അവരുടെ കുട്ടികളും 15,000 കുട്ടികളും വിദ്യാർത്ഥികളും അധ്യാപകന്മാരൊക്കെ. അപ്പോൾ നമ്മൾ ഒന്നങ്ങട്ട് മനസ്സ് വെച്ചാൽ നമുക്ക് വേണം മറിച്ചിട്ട് അവരെ. അങ്ങനെയുള്ള ചർച്ചയും അങ്ങനെയുള്ള മൈൻഡും വിശ്വാസിക്ക് പാടില്ല എന്ന അവസരത്തിനൊത്ത് പറയണമെങ്കിൽ പടച്ചവനെ പേടിക്കുന്ന പണ്ഡിതന്മാർ, അവർ ചെറുപ്പക്കാരായാലും വലിയവരായാലും അതും വേണം. മനസ്സിലല്ലേ? ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
അതുപോലെ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് പ്രസംഗിക്കുകയാണ്. പടച്ചവനെ, ഞങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ ഞങ്ങളുടെ ഹൃദയത്തിന് വസന്തമാവണം. ഞങ്ങൾക്ക് ഖുർആൻ എന്നും ഒരു ജീവിത പങ്കാളിയായി സ്വീകരിച്ച് പരലോകത്ത് ഖുർആൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആ ഉത്തമ സമൂഹത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ചോദ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉസ്താദുമാര് മറുപടി പറയും. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാൻ. അസ്സലാമു അലൈക്കും.